ദൈവജനമേ, മറ്റുള്ള പല സബ്ജക്റ്റുകളെക്കായാലും മറ്റുള്ള പല വിഷയങ്ങളെക്കായാലും ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാ പ്രവൃത്തിയും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറിവാക്യമായി എടുത്തു വായിച്ച ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായമാണ്. നാം അവിടെ വായിക്കപ്പെട്ടത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കാതെ നഗരം വിട്ട് പട്ടണം വിട്ട് പോകരുത്, ഞാൻ എൻ്റെ പിതാവിനോട് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ആഴ്ച കേട്ട വിഷയങ്ങൾ ഒന്നുകൂടെ ഓർക്കുവാനായി 2 മിനിറ്റിൽ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന വിഷയമാണ്. അതിനാധാരമായി നാം കേട്ടത് 1 കൊരിന്ത്യർ 12:3 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ആ ഫൗണ്ടേഷൻ തന്നെ നമുക്ക് നൽകി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല ക്രിസ്തീയ ജീവിതം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. മതമല്ല ക്രിസ്ത്യാനിറ്റി, ബന്ധമാണ്. ആ ബന്ധം ദൈവവുമായി നമുക്ക് നൽകി തരുന്നത് പരിശുദ്ധാത്മാവാണെന്നും യേശുവിനെ കുറിച്ച് നമ്മോട് സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നും യോഹന്നാൻ 15:26 നിന്ന് നാം കഴിഞ്ഞ ആഴ്ച കേൾക്കുവാനിടയായി. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ഉടനീളം പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ആ ലെറ്ററുകൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ്, May the grace of the Lord Jesus Christ and love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾക്കുണ്ടായിരിക്കണം. Must we need the communion with Holy Spirit, fellowship with Holy Spirit എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുവാനിടയായി. കാരണം ദൈവത്തിന്റെ ഹിതം നമുക്കറിയണമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. അതാണ് 1 കൊരിന്ത്യർ 2:10 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാവായ the Spirit of God searching all things, yeah, the deep things of God. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നു, ദൈവഹിതത്തെ വെളിപ്പെടുത്തി തരുന്നു. നമ്മൾ പിന്നീട് കേൾക്കുവാനിടയായി 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു, ആരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നമുക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അവൻ ഉപദേശിച്ചതുപോലെ നടക്കുവിൻ. കാരണം ഈ തെറ്റിക്കുന്ന സമൂഹത്തിൽ തെറ്റാതെ ജീവിക്കണമെങ്കിൽ, പല ഉപദേശങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥമായ തിരുവെഴുത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ നിലകൊള്ളണമെങ്കിൽ ഈ തിരുവെഴുത്തുകളുടെ പിറകിൽ വ്യാപരിക്കുന്ന ആത്മാവായ പരിശുദ്ധാത്മാവ്, അവന്റെ അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകണം. ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെ യഥാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതിന് യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുവാനിടയായി, നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക. റോമർ 8:26 നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയില്ലാതെ ദൈവത്തിന്റെ ഹിതം നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും കൂടാതെ ഈ തെറ്റിക്കുന്ന ലോകത്ത് തെറ്റാതെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മുടെ പ്രാർത്ഥന ഒരു യാഥാർത്ഥ്യമാകുന്നില്ല, ശക്തിയുള്ളതാകുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ എടുക്കുന്ന ഭാഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം
1 മുതലുള്ള വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ വായിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 2 വേർഡ് 1. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ ഈ ഓൺലൈൻ സർവീസ് കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇതാണ് ആദിമ സഭയുടെ ആരംഭം എന്ന് പറയുന്നത്. ജെറുസലേം ചർച്ചിന്റെ ഇനാഗ്രേഷൻ ആണ് ഈ കാണുന്നത്. ജെറുസലേം ചർച്ചിന്റെ പ്രാരംഭ സഭായോഗമാണ് ഈ കാണുന്നത്. 120 പേർ, വാഗ്ദത്തം കേട്ട 120 പേർ. എവിടെയായിരുന്നു ആ വാഗ്ദത്തം? നമുക്ക് കാണുന്നത് ലൂക്കോസ് 24:49 വാക്യത്തിൽ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. കാരണം എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ആ വാഗ്ദത്തം കേട്ട 120 ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുവിന്റെ ഫോളോവേഴ്സ് പരിശുദ്ധാത്മാവെന്ന യാഥാർത്ഥ്യത്തിനു വേണ്ടി ജെറുസലേം വിട്ടു വാങ്ങിപ്പോകാതെ ജെറുസലേമിൽ കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ്? അവരെ പോലെ അത്ഭുതം കണ്ടവരാരുണ്ട്? കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ക്വാളിറ്റികൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സവിസ്തരമായി തിരുവെഴുത്തിൽ നിന്ന് പ്രസ്താവിക്കുവാനിടയായി. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവർ യേശുവിന്റെ കൂടെ 3.5 വർഷം ജീവിച്ചവരാണ്. യേശുക്രിസ്തു അവരെ നേരിട്ട് ഓർഡൈൻ ചെയ്ത യേശുക്രിസ്തുവിന്റെ കൈകളാൽ ഓർഡിനേഷൻ ലഭിച്ചവരാണ്. പച്ചവെള്ളം മുന്തിരിച്ചാറാകുന്നതും കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച ലാസർ മരിച്ച ശവശരീരം ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പുറത്തു വരുന്നതും അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നതും ചെകിടന്മാരുടെ ചെവിക്ക് കേൾവി ലഭിക്കുന്നതും കുഷ്ഠരോഗികൾക്ക് അറ്റുപോയ ശരീരങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയ വിരലുകൾ, മാംസങ്ങൾ, നല്ല സ്കിന്നുകൾ അവർക്ക് ഉണ്ടായി വരുന്നതും അസാധ്യതകൾ സാധ്യമാകുന്നതും കടലിന്റെ മുകളിലൂടെ നടക്കുന്നതും 5 അപ്പവും 2 മീനും കയ്യിലോട്ടെടുത്തു വെച്ച് സ്വർഗത്തിലോട്ട് ഉയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അത് 10,000-ങ്ങളായി വർദ്ധിക്കുന്നതും അവർ കണ്ടതുപോലെ അത്ഭുതം, ഈ ശിഷ്യന്മാർ കണ്ടതുപോലെ അത്ഭുതങ്ങൾ ആര് കണ്ടിട്ടുണ്ട്? അവർ കേട്ടതുപോലെ വചനം, യേശുവിന്റെ തിരുവായിൽ നിന്ന് ആ തിരുവാമൊഴിഞ്ഞ് സംസാരിക്കുന്ന മാധുര്യമേറിയ അധികാരത്തിന്റെ വചനങ്ങൾ അവരെ പോലെ അടുത്തിരുന്ന് ആർക്ക് ശ്രവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? അവരെ പോലെ സത്യം പറഞ്ഞാൽ അനുഗ്രഹീതർ ആരുണ്ട് സഹോദരങ്ങളെ? പക്ഷെ അവരാണ് ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വത്തിനു വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം അവർ കണ്ട അത്ഭുതമോ അവർ കണ്ട വീര്യപ്രവർത്തികളോ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന്റെ നേർക്കാഴ്ചകളോ ഒന്നും വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ തെല്ലുമുളവാക്കിയിട്ടില്ല. കാരണം യേശു കർത്താവിന്റെ കൂടെ നടന്ന പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ വരെ ചില ചുവടുകൾ വെക്കുവാൻ അവസരം ലഭിച്ച, ഭാഗ്യം ലഭിച്ച അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ ദേഷ്യമുള്ളവനായിരുന്നു, തള്ളിപ്പറയുന്നവനായിരുന്നു, ഭ്രാകുന്നവനായിരുന്നു, ആണയിടുന്നവനായിരുന്നു, ദേഷ്യമുള്ളവനായിരുന്നു, അവിശ്വാസമുള്ളവനായിരുന്നു. ഇതൊക്കെ പത്രോസിന്റെ ജീവിത ശൈലികളിലൂടെ താൻ വെളിപ്പെടുത്തിയത് തിരുവെഴുത്തുകളിൽ നാം വായിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ അപ്പോസ്തലന്മാർ ശമര്യരെ കണ്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞില്ലേ, കർത്താവേ, യഹൂദന്മാരായ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഭാഗമാണവർ, വർഷങ്ങളായി ശത്രുത പുലർത്തുന്ന ഒരു കൂട്ടമാണവർ. അതുകൊണ്ട് നമുക്കൊക്കെ ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, പ്രാർത്ഥിച്ച് ആകാശത്തുനിന്ന് തീയിറക്കി ഏലിയാവ് ചെയ്തതുപോലെ അവരെയും നശിപ്പിച്ചു കളയുക എന്ന് ആവശ്യപ്പെട്ടവരാണ് ഈ ശിഷ്യഗണങ്ങൾ. അവർക്ക് ദേഷ്യവും വൈരാഗ്യവും പകയും കോപവും ജീവിതത്തിലെ എല്ലാ കുറവുകളും ഉള്ളവരായിരുന്നു. പക്ഷെ അവർ അത്ഭുതങ്ങൾ ധാരാളം കണ്ടവർ. അവർ യേശുക്രിസ്തുവിന്റെ അരികിൽ ഇരുന്ന് വചനം കേട്ടവർ, അവർ യേശുവിന്റെ കൂടെ നടന്നവർ. അതൊന്നും
ഈ അത്ഭുതങ്ങൾ, ഈ മിറക്കിളുകൾ ഒന്നും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അവർ ആളുമാറിയവരെ പോലെയായി. അവരുടെ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തനെ നോക്കി പത്രോസും യോഹന്നാനും പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അവൻ ഉടനെ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സർവീസ് കാണുന്ന എന്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കുക, വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വിലയുള്ളതായി തീർന്നു. ഒരു ബാലകനെ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ ആ ബാലകന്റെ മേലുള്ള ഒരു ഭൂതത്തെ പോലും പുറത്താക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ വസിക്കുമെന്ന് കർത്താവ് ചോദിച്ച അതേ ശിഷ്യന്മാരുടെ വാക്കുകളുടെ മുൻപിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധാത്മാവ്. ഈ സംഭവം കർത്തൃദാസൻ ഇപ്പോൾ വായിച്ച ഈ സംഭവമാണ്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. യഹൂദന്മാരുടെ അതിപ്രസിദ്ധം പ്രസക്തവുമായ ഒരു ഫെസ്റ്റിവലാണ് ഡേ ഓഫ് പെന്തക്കോസ്. പക്ഷേ ആ പെരുന്നാൾ ജെറുസലേം ദേവാലയത്തിലും അതിന്റെ ചുറ്റുപാടുകളിലും നടക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ, ഒരു മാളിക മുറിയിൽ, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ശിഷ്യന്മാർ 120 പേർ, മറിയം ഉൾപ്പെടെ അതിൽ കൂടിയിരുന്നു. ഈ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കൊടിയ കാറ്റ്. The Bible says, and suddenly there came a sound from heaven. അതുകൊണ്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആ ഇംഗ്ലീഷ് പാട്ടിന്റെ വരികൾ പാടിയത്. Can you hear the sound of heaven? The Bible says there came a sound from heaven as of a rushing mighty wind. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. Wow, hallelujah. There is a mighty wind, rushing mighty wind. അതൊരു കൊടിയ കാറ്റായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാറ്റും തീയും നല്ല കോമ്പിനേഷൻ ആണ്. തീ കത്തുന്നിടത്ത് കാറ്റും കൂടെ അടിച്ചാൽ, കാറ്റ് അടിക്കുന്ന സമയത്ത് തീയുടെ നാളത്തിന്റെ ആ വലിപ്പം അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു മാനുഷിക ചിന്ത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മീയ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കാറ്റ് എന്താ ചെയ്തതെന്നറിയാമോ? ഇതൊരു കൊടിയ കാറ്റായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റ്. അത് ശിഷ്യന്മാരുടെ മേൽ അടിച്ചു, ആഗ്രഹത്തോടെ കൂടിയിരുന്നവരുടെ മേൽ അടിച്ചു, വാഗ്ദത്തം കേട്ടവരുടെ മേൽ വന്നു. ഇനി വാഗ്ദത്വത്തിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ പറയാം. വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവം വ്യക്തിപരമായി ചിലർക്ക് നൽകുന്ന, ചില കൂട്ടങ്ങൾക്ക് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിൽ ഒരുപാട് പേർ നിൽപ്പുണ്ട്, അവിടെ ചുറ്റും കൂടി വന്ന ഒരുപാട് ജനങ്ങളുണ്ട്. പക്ഷെ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് അവരുടെ ആരുടെ മേളിൽ വന്നില്ല, വാഗ്ദത്തം കേട്ടവരുടെ മേളിൽ മാത്രമേ വന്നുള്ളൂ. യേശുവിൽ നിന്ന് വ്യക്തിപരമായി നേരിട്ട് വാഗ്ദത്തം കേട്ട ആ സമൂഹത്തിന്റെ മുകളിൽ മാത്രമേ പരിശുദ്ധാത്മ വന്നുള്ളൂ. അല്ലാതെ വഴിയിലൂടെ പോകുന്നവനെല്ലാം, മദ്യപിച്ച് നടക്കുന്നവനെല്ലാം ജെറുസലേം ദേവാലയത്തിലും ചുറ്റുപാടുകളിലും പെന്തിക്കോസ് പെരുന്നാൾ ആഘോഷിക്കുന്ന, പെരുന്നാളിന്റെ തിമിർപ്പിൽ മദ്യപിക്കുന്ന, വീഞ്ഞു കുടിക്കുന്ന സകലത്തിന്റെയും മുകളിൽ പകരുന്നതല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും ലഭ്യമാകുന്നതാണ്. ശരിയല്ലേ ഞാൻ പ്രസംഗിച്ചത്? ശരിയാണെങ്കിൽ നിങ്ങൾ ഈ ലൈവ് ചാറ്റിൽ ഇതിനൊരു ആമീൻ പറയണം. അവിടെ ചുറ്റും എത്രയോ ജനമുണ്ടായിരുന്നു. അപ്പുറത്ത് വലിയ പള്ളിയിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ അനവധി ജനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ കൂടിയിരുന്ന വീടിന് ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ആൾക്കാർ ഓടിക്കൂടിയത് ഈ സമയത്ത്. അവരുടെ ഒന്നും മേളിൽ പരിശുദ്ധാത്മ വന്നില്ല. പക്ഷെ ഭയങ്കര കാറ്റാണ് അടിച്ചത്. ആ കാറ്റ് ഒരിഞ്ച് വെളിയിൽ പോകാതെ ആ കാറ്റ് കൃത്യമായിട്ട് മുഴുവൻ ആ വീടിനകത്ത് വന്നങ്ങ് നിറഞ്ഞു. ആ തീ ഒരിഞ്ച് വെളിയിൽ പോകാതെ ആ തീ അവരുടെ ശിരസിന്റെ മേൽ വന്നു. വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്കും കേട്ടവർക്കും ഏറ്റെടുക്കുന്നവർക്കും
കാത്തിരിക്കുന്നവർക്കും ഉള്ളതാണെന്നുള്ള സത്യമെങ്കിലും ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, ആ ശക്തി അവരിലേക്ക് വെളിപ്പെട്ടു. നമുക്കറിയാം, വലിയൊരു കാറ്റടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കാറ് പോകുമ്പോൾ തന്നെ, ആ കാറ് നല്ല സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ കാറ്റ് തട്ടുമ്പോൾ തന്നെ കരിയിലകൾ പറക്കും. വലിയ കാറ്റടിച്ചാൽ ഷീറ്റൊക്കെ എടുത്തോണ്ട് പോകും, മരമൊക്കെ പൊഴുതു വീഴും, എല്ലാം പറന്നു പോകും. ശക്തമേറിയ കൊടുങ്കാറ്റുകൾ അമേരിക്കയിലൊക്കെ അടിക്കുന്ന പോലത്തെ അതിശക്തമേറിയ കൊടുങ്കാറ്റുകൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അറിയാം, വീടുകൾ വരെ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ശിഷ്യന്മാരുടെ മേളിലോട്ട് ഈ കാറ്റടിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? അവരുടെ കോപം എടുത്തുകൊണ്ട് പോയി, അവരുടെ പക ഈ കാറ്റ് എടുത്തോണ്ട് പോയി, അവരുടെ ഭയം ഈ കാറ്റ് എടുത്തോണ്ട് പോയി, അവരുടെ ആകുലത ഈ കാറ്റ് എടുത്തോണ്ട് പോയി. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം ഈ കാറ്റ് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇന്നും ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ ദേശത്തിന്റെ മേൽ അടിച്ചാൽ, വ്യക്തിപരമായി നിങ്ങളുടെ മേൽ അടിച്ചാൽ, ജീവിതത്തിൽ ആവശ്യമില്ലാത്തതെല്ലാം, തിന്മയായതെല്ലാം, പൈശാചികമായതെല്ലാം, മ്ലേച്ഛതയായതെല്ലാം ഈ കാറ്റ് റിമൂവ് ചെയ്യും. എത്ര പേര് ആഗ്രഹിക്കുന്നു, ദൈവമേ ഈ അഭിഷേകത്തിന്റെ, ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ ദേശത്തിൽ, എന്റെ തലമുറകളുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ അടിക്കണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? പ്രിയപ്പെട്ടവരെ, ഈ കാറ്റ് ശിഷ്യന്മാരുടെ മേൽ അടിക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഞാൻ പറയട്ടെ, ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കാറ്റ്, ആ ദിവസം ദ ഡേ ഓഫ് പർപ്പസ് ആണ്. അതൊരു പദ്ധതിയുടെ, ദൈവ പദ്ധതിയുടെ ദിനമായിരുന്നു. വാസ്തവത്തിൽ അതൊരു ദ ഡേ ഓഫ് ഗൈഡൻസ് ആയിരുന്നു, ആത്മനിയോഗത്തിന്റെ ഒരു ദിനമായിരുന്നു. ഹല്ലേലൂയ. ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് ആ ദിവസത്തെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആത്മീയരാകുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയണം, ദ ഡേ ഇസ് ദ ഡേ ഓഫ് പർപ്പസ്. അതൊരു പദ്ധതിയുടെ ദിവസമായിരുന്നു, ഒരു ദൈവ പദ്ധതിയുടെ ദിനം. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നതിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഒരുപാട് പേർ പരിശുദ്ധാത്മശക്തി പ്രാപിക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളെ ഒന്ന് അറിയിച്ചു തരുവാൻ ഇങ്ങനൊരു ശക്തി ഉണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചു തരുവാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്ന നിങ്ങളുടെ ആ സംശയം അങ്ങ് മാറ്റാൻ വരുന്ന എന്തോ ഒന്നല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരുടെ മേളിൽ സംശയം നീക്കുവാൻ, പരിശുദ്ധാത്മാവ് എന്നൊരു സത്യമുണ്ട്. ചിലർ പറയാറുണ്ട്, നിങ്ങളൊക്കെ ഈ അനുഭവിക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളൊക്കെ ഈ ദൈവശക്തി അനുഭവിച്ചെന്ന് പറയുന്നതും ഈ അന്യഭാഷയൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ എന്റെ മേളിലൂടെ ഒന്ന് വരുത്തി കാണിക്കും, ഞാനൂടെ ഒന്ന് പറയട്ടെ, ഞാനൂടെ ഒന്ന് അനുഭവിക്കട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ഒരിക്കലും വരില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തെളിയിക്കുവാൻ വേണ്ടി വരുന്ന എന്തോ ഒന്നല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ പണം കൊണ്ടോ പിണങ്ങിയ മനസ്സുകൊണ്ടോ വഴക്കുകൊണ്ടോ പ്രാപിക്കാൻ കഴിയില്ല. അതൊക്കെ ശാപകാരണമായി തീരുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ, ഒരു സഭയുടെ മേൽ, ദേശത്തിന്റെ മേൽ വരുന്നതിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നുവോ, അതിലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആഗ്രഹത്താൽ, പ്രാർത്ഥനയാൽ, നിലവിളിയാൽ, വിശ്വാസത്തോടുകൂടുള്ള യാചനയാൽ നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നുവോ, അതിലൊരു ദൈവ പദ്ധതിയുണ്ട്. ആരെയും സന്തോഷിപ്പിക്കുവാൻ വരുന്ന എന്തോ ഒന്നല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെളിപ്പെടുന്ന നീരൊഴുക്കാണ്. ഒരു ഉദ്ദേശ നിവർത്തിക്കായി, ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വെളിപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ഈ തിരുവെഴുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ ആ ദൈവ പദ്ധതി എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ്, ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവം അടിപ്പിച്ച, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട പല കാറ്റുകളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:2 നമ്മൾ കണ്ടില്ലേ, കൊടിയ കാറ്റ് പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായത്. ദൈവം അടിപ്പിച്ച ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വിൻഡുകൾ, കാറ്റുകൾ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എക്സോഡസ് ചാപ്റ്റർ 14 അതിന്റെ 21-22 വാക്യങ്ങളിൽ നമുക്കൊരു മൈറ്റി വിൻഡ് ഓഫ് ഡെലിവറൻസ് കാണാം. മോശ
കടലിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൈ നീട്ടിയ സമയത്ത് യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. ആ കാറ്റ് എന്താ ചെയ്തെന്നറിയാമോ? അത് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം പോലെയാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സർവീസ് കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട് ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. പക്ഷെ അവർക്ക് വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്വത്തിന്റെ നിവർത്തീകരണത്തിനായി അവിടെയും വെളിപ്പെട്ട ഒരു കാറ്റിനെ നമ്മൾ കാണുന്നു. ആ കാറ്റ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ that wind is a mighty wind of deliverance. അതൊരു വിടുതലിന്റെ കാറ്റായിരുന്നു. തൻ്റെ ജനത്തിന്റെ വിടുതലിന്റെ വീണ്ടെടുപ്പിന്റെ കാറ്റ്. ആ കാറ്റ് അവർക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു. ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വഴി, ഭൂപടത്തിൽ ഇല്ലാത്തൊരു വഴി, നാവിഗേഷൻ സ്തോത്രം ആപ്ലിക്കേഷൻ അകത്തൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു വഴി, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയാത്തൊരു വഴി, ജീവിതത്തിൽ ആദ്യമായി കണ്ടതും അവസാനമായി കണ്ടതുമായ വഴി. പിന്നെ ആ വഴിയില്ല. അത് തന്റെ ജനത്തിനു വേണ്ടി തുറന്നു. ആ ജനം കരക്കെത്തി. ആ വഴി അടഞ്ഞു. അത് അവർക്ക് വേണ്ടി മാത്രം തുറന്നൊരു വഴിയായിരുന്നു. ഇന്ന് ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സകല വാതിലുകളും അടഞ്ഞ്, സകല വഴികളും അടഞ്ഞ്, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ മധ്യയാണെങ്കിൽ അവിശ്വസിക്കാതെ, ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കാതെ, മോശയെ പോലെ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിക്ക്, മോശയെ പോലെ അധരമൊന്ന് തുറക്ക്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്ത്. നിന്റെ ഭവനത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വിടുതലിന്റെ കാറ്റടിപ്പിച്ച് നിനക്ക് വേണ്ടി ഒരു വാതിൽ മുൻപിൽ തുറന്നു തരുവാൻ, വഴികൾ മുൻപിൽ തുറന്നു തരുവാൻ, മുൻപ് കണ്ടതല്ല, കേട്ടതല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു വാതിൽ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടല്ലേ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. കാറ്റില്ലാതെ, മഴയില്ലാതെ എങ്ങനെയാണ് വെള്ളമുണ്ടാകുന്നത്? താഴ്വര വെള്ളം കൊണ്ട് നിറയുന്നത് അറിയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ കർത്താവ് താലന്ത് കൊടുത്ത ചരിത്രം, അല്ലെങ്കിൽ ആ ഉപമ, നിങ്ങൾക്ക് താലന്തിന്റെ ഉപമ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്. ഒരു താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടു. എന്നാൽ 5 താലന്ത് കിട്ടിയവൻ 5ഉം കൂടെ നേടി. യേശു അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ലയോ? ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ല. അതെ, വിതയ്ക്കാത്തത് കൊയ്യാൻ പറ്റുമോ? വിതറാത്ത ഒരു സാധനം വാരാൻ പറ്റുമോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും അത് ഭോഷത്വമായി തോന്നും. പക്ഷെ ദൈവം പറയുന്നു, എനിക്ക് വിതയ്ക്കാതെ കൊയ്യാൻ പറ്റും, എനിക്ക് വിതറാത്തത് വാരാൻ പറ്റും. കാരണം ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വിൻഡ് ഓഫ് ഡെലിവറൻസ്, ആ വിടുതലിന്റെ കാറ്റ് തന്റെ ജനത്തിനു വേണ്ടി അവൻ അടുപ്പിച്ചു. അതവർക്ക് ഒരു പുതിയ വാതിൽ തുറന്നു. എന്നാൽ എഗസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ 37-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് എഗസ്കേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഇതാ പരിശുദ്ധാത്മാവ് പ്രവാചകനായ എഗസ്കേലിനെ തൊടുന്നു, സ്പർശിക്കുന്നു. അത് മാത്രമല്ല, ആത്മാവ് അവനെ ഒരു പദ്ധതിക്കായി, ഒരു ദൈവിക നിവർത്തീകരണത്തിനായി എഗസ്കേലിനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിലേക്ക് നയിക്കുന്നു. ആ താഴ്വരയുടെ നടുവിൽ എഗസ്കേൽ എന്ന പ്രവാചകൻ നിൽക്കുമ്പോൾ ദൈവം എഗസ്കേലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകനായ എഗസ്കേൽ ആ താഴ്വരയിൽ കിടന്ന അസ്ഥികളെ മുഴുവൻ നോക്കിയപ്പോൾ യാതൊരു സാധ്യതകളും താൻ കാണുന്നില്ല. ഒരു കാരണവശാലും അത് ജീവിക്കുമോ എന്നുള്ളതല്ല, എന്തെന്ന് പോലും തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഛിന്ന ഭിന്നമായി കിടക്കുന്ന അസ്ഥിപഞ്ജനങ്ങൾ, എല്ലിൻ കഷ്ണങ്ങൾ, ആരുടേതാണെന്ന് അറിയുന്നില്ല, മാംസമില്ല, രൂപമില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു ഫിഗറും അതിനില്ല. പക്ഷെ യാതൊരു ഫിഗറും ഇല്ലാതെ കിടക്കുന്ന അസ്ഥിപഞ്ജനങ്ങളെ നോക്കി എഗസ്കേലിനോട് ദൈവം പറയുകയാണ്, നീ അതിന്റെ ഫ്യൂച്ചർ പറയുക. വാസ്തവത്തിൽ ഒരുപക്ഷെ പല മനുഷ്യരും കുടുംബക്കാരുമൊക്കെ നിങ്ങളെ നോക്കി, സാരമില്ലട മക്കളെ, നന്നാവും, ശരിയാകും
എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്തൊക്കെയോ പ്രതീക്ഷകൾ ബാക്കി നിൽക്കുന്നത് അവർ കണ്ടതുകൊണ്ടാണ്. എന്തൊക്കെയോ പ്രതീക്ഷകൾ അവർ മനസ്സിലുണ്ട്. സ്തോത്രം. വിവാഹപ്രായമായി, സ്തോത്രം, എന്നാൽ വിവാഹം നടക്കുന്നില്ല. അവർക്കറിയാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു നല്ല പങ്കാളിയെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് പറയുന്നു, സാരമില്ലടാ, നിന്റെ കല്യാണം നടക്കും, മോളെ നിന്റെ കല്യാണം നടക്കും. ബിസിനസ് നടത്തി എല്ലാം തകർന്നു, പക്ഷെ നല്ല കഴിവുണ്ടെന്നറിയാം, അല്പമായ പൈസയും അവശേഷിക്കുന്നുണ്ടെന്നറിയാം. അവർ പറയും, സാരമില്ല, നമുക്ക് കർത്താവ് പുതിയ വഴി തുറക്കും, ദൈവം പുതിയൊരു ബിസിനസിന്റെ വാതിലൊക്കെ തുറന്നു തരും. കാരണം എവിടേക്കോ ചില സാധ്യതകൾ നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ നമ്മളോട് പറയുന്നത് സാരമില്ല, ശരിയായി വരുമെന്ന്. പക്ഷേ എല്ലാം തകർന്ന്, ഒരു വഴിയുമില്ലാതെ, ഒരു രൂപ പോലും കയ്യിലില്ലാതെ, എല്ലാം തകർന്ന് തരിപ്പണമായി 4 വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും നിന്നെ സഹായിക്കാനും സഹകരിക്കാനും എത്തി നോക്കാനും ഫോൺ ചെയ്യാനും പോലും വരാതിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആകെ തകർന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ, എന്റെ ഫിഗർ മുഴുവൻ തകർന്നു, എനിക്കിനി ഒരു ഭാവിയില്ല, രൂപഗുണമില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ, നിന്നെ നോക്കി ആ സമയത്തും മോനെ നിനക്കൊരു നല്ല ഭാവിയുണ്ട്, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവിയിൽ നീ എത്തും, നിനക്കൊരു നന്മയുണ്ടാകും എന്ന് നിന്നെ നോക്കി നിന്റെ ഫ്യൂച്ചർ പറയുന്ന ഒരു ദൈവമുണ്ട്. അത് അനുഭവിച്ചവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, എഗസ്കേൽ പറയുന്നു, ദൈവമേ ഇതെങ്ങനെ ജീവിക്കാൻ, ഇത് നിനക്കേ അറിയുള്ളൂ ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. ഫിഗർ പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇതിനെ നോക്കി ഫ്യൂച്ചർ പറയും? അവിടെയാണ് 37-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ആ സമയത്ത് അവൻ കൽപ്പിച്ചപ്പോൾ, പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നു? എഗസ്കേൽ എന്ന പ്രവാചകൻ വാ തുറന്നപ്പോൾ, മിണ്ടാതിരിക്കരുത് കേട്ടോ. എപ്പോഴും ഓർക്കുക, ദൈവികമായ സൃഷ്ടിപ്പുകളെല്ലാം ഒരു ശബ്ദത്തിന്റെ മുൻപിലാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന ശബ്ദത്തിന്റെ മുൻപിലാണ് സൂര്യൻ ഉണ്ടായത്, വെളിച്ചമുണ്ടായത്. ഈ ഭൂമിയിലുള്ള സകലതും, സകല ജീവജാലങ്ങളും, സകല കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചത് തന്റെ വാക്കുകളാലാണ്. മനുഷ്യനെ മാത്രമേ തന്റെ കരത്താൽ നിർമ്മിച്ചുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ മനുഷ്യനാകുവാൻ, ആത്മാവ് അവനിൽ വരുവാൻ യഹോവയായ ദൈവം അവനിലേക്ക് തന്റെ ജീവശ്വാസം ഊതിക്കയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ചിലര് പറയുന്നേ, മരിച്ചു കഴിയുമ്പോൾ എന്തു പോയെന്ന് പറയും? ശ്വാസം പോയി. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാറ്റ് പോയി. ആ കാറ്റ് എന്താണ്? ദൈവം ഊതിക്കയറ്റിയ കാറ്റാണ്. ആ കാറ്റിലാണ് അവൻ ജീവിച്ചത്, അവൻ ദേഹിയായി നിവർന്നു നിന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അറിഞ്ഞും അറിയാതെ വേദപുസ്തകം പോലും അറിയാത്തവർ ഇത് പറയുന്നുണ്ട്, ബൈബിള് പോലും അറിയാത്തവർ ഇത് പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ബിബ്ലിക്കലാണ്. യഹോവയായ ദൈവം തന്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടല്ല, ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് മർക്കോസ് 8:36 സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? നിന്റെ ആത്മാവ് നരകത്തിൽ നിന്റെ കണ്ണ് കാരണം പോകുന്നതിനേക്കാൾ നല്ലത് ആ കണ്ണില്ലാത്തതാണ്. നിന്റെ കൈകളുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ആ കൈകളില്ലാത്തതാണ്. കാരണം നിന്റെ ശരീരത്തെക്കായാലും നിന്റെ ഉടുപ്പിനെക്കായാലും നിന്റെ ബാഹ്യരൂപത്തെക്കായാലും പ്രധാനപ്പെട്ടത് നിന്റെ അകത്തുള്ള ആത്മാവാണ് എന്ന സത്യം യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കാറ്റ് നിഹിതന്മാരുടെ മേൽ വന്നു. എഗസ്കേൽ വാ തുറന്നപ്പോൾ മക്കളെ നോക്കി അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുക, ദേശത്തെ നോക്കി വിടുതലിന്റെ വാക്കുകൾ പറയുക, സഭയെ നോക്കി നല്ല വാക്കുകൾ പറയുക, അവിശ്വാസം പറയുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ പറയുന്നത് സൃഷ്ടിക്കപ്പെടും. എഴുതി വെച്ചോ, നിങ്ങൾ പറയുന്നത് സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ പറയുന്നത് ഉണ്ടായി വരും. തിന്മ പറഞ്ഞാൽ തിന്മയുണ്ടായി വരും, നന്മ പറഞ്ഞാൽ നന്മയുണ്ടായി വരും. യേശു കർത്താവ് പറയുന്നു, മർക്കോസ് 11, 22, 23, 24, നിങ്ങൾ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. നീ പറഞ്ഞതുപോലെ സംഭവിക്കും. എന്താണോ നീ പറയുന്നത് അത് നീ അനുഭവിക്കും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാം.
ആ കാറ്റ് നിഹതന്മാരുടെ മേൽ വന്നു. അതൊരു സൈന്യമായി എഴുന്നേറ്റു നിന്നു. എന്തായിരുന്നു ആ വിൻഡിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യത്തെ വിൻഡ് മോശയുടെ കാലത്ത് ദൈവം അടിപ്പിച്ച കാറ്റ്, ദാറ്റ് വിൻഡ് ഈസ് ദ വിൻഡ് ഓഫ് ഡെലിവറൻസ്. അതൊരു വിടുതലിന്റെ കാറ്റായിരുന്നു, വഴി തുറക്കുന്ന കാറ്റായിരുന്നു, മറുകരയെത്തിക്കുന്ന കാറ്റായിരുന്നു. ഇവിടെ നമ്മൾ കണ്ട കാറ്റെന്നറിയാമോ? ദാറ്റ് വിൻഡ് ഈസ് ദ വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഒരു പുനർസ്ഥാപനത്തിന്റെ കാറ്റിനെ ദൈവം അടുപ്പിച്ചു. അവിടെ ഇവിടെയായി ചിതറിക്കിടന്ന, അങ്ങുമിങ്ങും ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം ഒന്നായി ചേർന്ന് വന്ന് രൂപമുള്ളതായി, സൗന്ദര്യമുള്ളതായി, ത്വക്കും മാംസവും ഞരമ്പുമുള്ളതായി ഒരു സൈന്യമായി അത് എഴുന്നേറ്റ് നിന്നു. കർത്താവിനോട് എത്ര പേർ പ്രാർത്ഥിക്കും? യഹോവയായ ദൈവമേ, ബന്ധങ്ങൾ ചിതറിക്കിടക്കുന്നു, എന്റെ ജീവിതത്തിലെല്ലാം ചിതറിക്കിടക്കുന്നു. ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകണം. ഐക്യതയില്ല സഭകളിൽ. ഉണർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, കീ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. കർത്താവേ, യൂണിറ്റി തരണമേ, ആത്മാവിലും ചിന്തയിലും ശരീരത്തിലും. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ റിവൈവലിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, പഠനങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അസ്ഥികൾ എങ്ങനെയാണ് റെസ്റ്റോർ ചെയ്യപ്പെട്ടത്, പുനർസ്ഥാപിക്കപ്പെട്ടത്? ആ കാറ്റ് ആ താഴ്വരയിൽ വന്നപ്പോഴല്ലേ, അതിന്റെ മേൽ വീശിയപ്പോഴല്ലേ. യെഹെസ്കേൽ എന്ന പ്രവാചകൻ ഒറ്റയ്ക്കാണ് അവിടെ വന്നത്. ഒരു മനുഷ്യ കുഞ്ഞിനെയും അവന് കാണാനില്ല ജീവനോടെ. അതിന്റെ നടുവിലൂടെ അവൻ ചുറ്റി ചുറ്റി നടന്നു. അവൻ ഒത്തിരി ചുറ്റി. ഒരു ദൈവത്തിന്റെ ദാസൻ ഏതെങ്കിലും വിഷയങ്ങളിൽ ചുറ്റുന്നെങ്കിൽ, ഒരു ദൈവ പൈതൽ ഏതെങ്കിലും വിഷയങ്ങളിൽ വട്ടം കറങ്ങുന്നെങ്കിൽ, അത് അവനെ വട്ടം കറക്കി തിരിച്ചുവിടാനല്ല, അതിനകത്തുനിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാനാണ്, അതിനകത്തുനിന്ന് ദൈവത്തിന് ചില പദ്ധതികൾ നിവർത്തിക്കുവാനാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ അസ്ഥികളെ റെസ്റ്റോർ ചെയ്തു, പുനർസ്ഥാപിച്ചു. അസ്ഥി മനുഷ്യനായി, സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിന്നു. ഒറ്റയ്ക്കാണ് യെഹെസ്കേൽ ആ താഴ്വരയിലേക്ക് വന്നത്. പക്ഷേ ആത്മാവിനോടുകൂടെ സഹകരിച്ചപ്പോൾ, ഇത് ഈ തലമുറയോടും പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്ന സമൂഹത്തോടുമുള്ള ഒരു സന്ദേശമാണ്. പരിശുദ്ധാത്മാവിനോട് യെഹെസ്കേൽ സഹകരിച്ചപ്പോൾ, യഹോവയുടെ ആത്മാവ് നിയോഗിച്ച സ്ഥലത്തേക്ക് ആ നിയോഗത്തെ ഏറ്റെടുത്തപ്പോൾ, ദൈവം പറഞ്ഞത് അതുപോലെ വാ തുറന്ന് പറഞ്ഞപ്പോൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനോട് താൻ സഹകരിച്ചപ്പോൾ, താൻ ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും തിരിച്ചു പോകുന്നത് ഒരു സൈന്യവുമായിട്ടാണ്. ഹല്ലേലൂയ. അവസ്ഥകൾ മാറണമോ, റെസ്റ്റോറേഷൻ നടക്കണമോ, രൂപാന്തരം ഉണ്ടാകണമോ, ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഭയങ്കരമായ പച്ചവെള്ളം വീഞ്ഞായതിനേക്കാൾ ശക്തമേറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. എവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്? വലിയ പന്തലുകൾ കെട്ടി കൺവെൻഷൻ നടത്തുന്നത് മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്, രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നത്, ഇന്നും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സാധാരണ നിലയിൽ ഒരു വാക്കുകൊണ്ടോ, പ്രസംഗങ്ങളുടെ വാക്ചാതുര്യത കൊണ്ടോ, അക്ഷരങ്ങളുടെ എണ്ണം കൊണ്ടോ, എഴുതി വെച്ച പോയിന്റുകൾ കൊണ്ടോ ഒന്നും മനുഷ്യനിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തില്ല. ഈ വർഷം ഒരു കൺവെൻഷൻ നടത്തണം, 83ാമത്തെ കൺവെൻഷൻ നടത്തണം, 74ാമത്തെ മീറ്റിംഗ് നടത്തണം, നല്ല കാര്യം. പക്ഷേ ആ കൺവെൻഷൻ നടത്തുന്നവരുടെ അകത്തൊരു പ്രാർത്ഥനയുണ്ട്. അവർ സഭയായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പാപികൾ മാനസാന്തരപ്പെടണം, രോഗികൾ സൗഖ്യമാകണം, അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. പക്ഷേ ആ കൺവെൻഷൻ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അതിനുവേണ്ടി ചുവടുവെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മക്കളെ, സഹോദരനെ, മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട ദൈവപുരുഷനെ, മനുഷ്യനിൽ രൂപാന്തരം കൊണ്ടുവരുന്നത് നമ്മുടെ പ്രസംഗങ്ങളുടെ വാക്ചാതുര്യതയല്ല, പോയിന്റുകളല്ല, തിയോളജികളല്ല. മനുഷ്യനിൽ രൂപാന്തരം കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എവിടെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ഉണർവുകൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ വ്യക്തികളിൽ രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ എല്ലാം പിറകിൽ ചലിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവർത്തികളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, അതിന് തടസ്സം വരുത്തിക്കൊണ്ട്, വിഘ്നം വരുത്തിക്കൊണ്ട്, അതിനെ ദുഷിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവർത്തിയെയും ദൈവിക കൃപാവരങ്ങളെയും പുച്ഛിച്ചും വിമർശിച്ചും ഒരു ഉണർവുണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട.
റിവൈവലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ചില ആൾക്കാർ പറയാറുണ്ട്, that person is a revivalist. No, that person is not a revivalist. There is only one revivalist. His name is Holy Spirit. Hallelujah. ഒരു മനുഷ്യനുമല്ല ഉണർവിനെ ഉണ്ടാക്കുന്നത്. ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യക്തിപരമായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല ഉണർവ്. ഉണർവിനെ അയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു പട്ടണത്തിൽ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ പ്രവർത്തികളെ ഒരു സഭ അനുവദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ വെളിപ്പെടുമ്പോൾ, ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ അവിടെ റിവൈവൽ ഉണ്ടാകുന്നു. റിവൈവലിസ്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മറന്നു പോകരുത്, ഉണർവിനെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒറ്റ ചാപ്റ്റർ വായിച്ചാൽ മതി വേദപുസ്തകത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, 2-ാം അധ്യായത്തിൽ ഇതിന്റെ തുടക്കം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അടുത്ത ദിവസങ്ങളിൽ ഞാൻ റിവൈവലിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ 8-ാം അധ്യായം നിങ്ങൾ മാത്രം വായിച്ചു നോക്കിയാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാകും റിവൈവൽ എന്താന്ന്. ശമരിയയിൽ നടന്ന ഒരു ഉണർവാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഉണർവ് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ കാണണം. ആ ഉണർവിൽ എന്തൊക്കെ നടന്നെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. അതാണ് റിവൈവൽ. ദാറ്റ് ഈസ് ദ റിവൈവൽ. പ്രൈസ് ദി ലോർഡ്. ആ വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ, ആ പുനർസ്ഥാപനത്തിന്റെ കാറ്റ് നിങ്ങളുടെ മേൽ, എന്റെ മേൽ, സഭയുടെ മേൽ അടിക്കട്ടെ പ്രിയപ്പെട്ടവരെ. മൂന്നാമതായി സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം, ദ വിൻഡ് ഓഫ് പ്രൊവിഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. നമ്പേഴ്സ് ചാപ്റ്റർ 11:31. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന്റെ സമീപത്ത്, ഒന്ന് വായിക്കാമോ? പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട്ട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേനാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. That wind is the wind of provision. അതൊരു കരുതലിന്റെ കാറ്റായിരുന്നു. ദൈവം അടുപ്പിച്ച കാറ്റുകളെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കേട്ടത് വിൻഡ് ഓഫ് ഡെലിവറൻസ്, വിടുതലിന്റെ കാറ്റ്. ദ വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ, പുനർസ്ഥാപനത്തിന്റെ കാറ്റ്. നമ്പർ 3, ദ വിൻഡ് ഓഫ് പ്രൊവിഷൻ, കരുതലിന്റെ കാറ്റ്. ഇസ്രായേൽ ജനം, അവർക്ക് ഭക്ഷിക്കുവാൻ ആഹാരമില്ല, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഈ സമയത്ത് ദൈവം എന്താ ചെയ്തേ? ദൈവം ചെയ്തത് എവിടുന്നോ കുറെ ഇലകൾ കൊണ്ടുവന്ന് കൊടുക്കുകയല്ല, എവിടുന്നോ കുറെ ധാന്യങ്ങൾ ചാക്കിനകത്താക്കി കയറ്റുമതി ചെയ്യുകയല്ല. ഒരു കരുതൽ വെളിപ്പെടുവാൻ ഒരു കാറ്റടിപ്പിക്കുകയാണ്. ആ കാറ്റ് കടലിലടിച്ചു, ലിവ്യധാനെ തകർത്തു, കാടപ്പക്ഷികളെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയാണ്. ഒരു പ്രത്യേക സാധനം അവിടെ ഇരിക്കുന്നു, ആ സാധനത്തെ നമുക്ക് നൽകുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് നൽകുന്നവൻ മാത്രമല്ല ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല, ഇതുവരെ നിങ്ങളത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ ആ കാണാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകിത്തരുന്നതാണ് നിങ്ങളുടെ വിശ്വാസം. ഇന്നുവരെ കാടയെ ആരും കണ്ടിട്ടില്ല, മന്ന എന്ന് പറയുന്ന ഒരു ഫുഡ് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കണ്ടോ, സൃഷ്ടാവായവൻ, എലോഹീമായവൻ, സൃഷ്ടിപ്പിന്റെ ദൈവം ഇവിടെയും ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണ്. ഇവിടെയെല്ലാം ദൈവം അതിനായിട്ട് കൊണ്ടുവരുന്നത് തന്റെ ശ്വാസമാണ്, തന്റെ കാറ്റാണ്. ആ കാറ്റിനെ കടലിന്റെ മേളിൽ അടുപ്പിച്ചു. കാടപ്പക്ഷികൾ പറന്ന് പാളയത്തിൽ വന്നു. കർത്തൃദാസൻ വായിച്ചതുപോലെ കൈ എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത്, അങ്ങകലെയല്ല, എത്തിച്ചാടണ്ട, പുറകെ പോകണ്ട, നിന്റെ കയ്യിൽ വന്നു ചേരുകയാണ്, നിന്റെ കരങ്ങളിൽ എത്തിച്ചു തരികയാണ്. അതിന്റെ പിന്നാലെ നീ ഓടുകയല്ല, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്നിടത്ത് നിന്റെ അരികിലേക്ക് കൊണ്ടുതരുന്നതാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വിശേഷാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഞാനും നിങ്ങളും ഈ ദൈവികമായ കരുതലിനെ എത്ര ആഴമായി അനുഭവിക്കുന്നു. അതനുഭവിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇതിനകത്ത് എന്നെ കാണുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ കാണുന്നെങ്കിൽ, അവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദി പറയും. അപ്പാ, എത്ര സത്യമാണ്,
ഹല്ലേലൂയ. എനിക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യം, പല വാതിലുകൾ എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുമ്പോൾ, പലതിനും എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോൾ, അത്ഭുതകരമായി അതിശയകരമായി പല നിലകളിലും നിലവാരങ്ങളിലും കരുതുകയാണ്. എന്റെ ഭവനത്തിലേക്ക് കരുതലുകൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. അതെ, ഇസ്രായേൽ ജനം, തന്റെ ജനം പാളയമിറങ്ങിയിരുന്ന ഭവനത്തിൽ, അവരുടെ കൂടാരങ്ങളിൽ യഹോവയാകുന്ന ദൈവം അവർക്ക് വേണ്ടതിനെ എത്തിച്ചു കൊടുത്തു. പക്ഷെ അതിന്റെ പിറകിൽ എന്തുണ്ടായിരുന്നു? പറയൂ സഹോദരങ്ങളെ, അതിന്റെ പിറകിലും ഒരു കാറ്റുണ്ടായിരുന്നു. ആ കാറ്റാണ് അവർക്കായി ആ കരുതലിനെ എത്തിച്ചത്. ഏറ്റവും ഒടുവിലായി, സമയക്കുറവുകൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ആ വിഷയത്തോട് ഉള്ള ബന്ധത്തിലുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച കാര്യം, ദ വിൻഡ് ഓഫ് പർപ്പസ്, പദ്ധതിയുടെ കാറ്റ്. ആ പദ്ധതിയുടെ കാറ്റാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ഇതുപോലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇനിയുണ്ട് വായിപ്പിക്കാൻ കേട്ടോ പഴയ നിയമത്തിൽ. ഈ യോനായുടെ കാലത്ത് കർത്തദാസനെന്ന് കഴിയുമെങ്കിൽ പെട്ടെന്ന് വായിച്ചു പോകാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് അവിടെ ഒരു കാറ്റിനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. യോന എന്ന് പറയുന്ന മനുഷ്യൻ നിനവെ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി പോകേണ്ട നിയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. അവിടെ ആ കാറ്റിനെ പറയുന്ന ഗ്രേറ്റ് വിൻഡ് എന്ന, മലയാളത്തിൽ കുറച്ചും കൂടെ നല്ല പദം പെരുങ്കാറ്റ്. നല്ല ശക്തിയുണ്ട് അതിന് കേട്ടോ, പെരുങ്കാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ യോനായെ നിനവയിലെത്തിക്കുവാൻ, അവന്റെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവരാൻ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവികമായ ഒരു പദ്ധതി നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിയിൽ, അവന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, അവന്റെ ശുശ്രൂഷയിലേക്ക്, അവന്റെ നിലവാരത്തിലേക്ക് അവനെ എത്തിക്കാൻ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. പെരുങ്കാറ്റടിപ്പിച്ചിട്ട് കപ്പലങ്ങ് തകർന്നു പോകുമെന്ന് തോന്നി. ചെറിയ കാറ്റിലൊന്നും അവർക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ആ സമയത്താണ് ഇവരാകെ ഭാരപ്പെട്ട് ഇവരൊന്നിച്ച് ചീട്ടിട്ട് പ്രാർത്ഥിച്ചൊക്കെ നോക്കി, ഇത് എന്നാ ഇതിനകത്ത് പ്രശ്നമെന്ന് മനസ്സിലാക്കിയപ്പം കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടി. ഇതിനകത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്, നിനവയ്ക്ക് പോകേണ്ട ഒരുത്തൻ തർശീശിന് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്, അവനെ എടുത്ത് വെള്ളത്തിൽ കളയുക എന്ന ചിന്ത അവർക്കുണ്ടായി. യോനായെ കപ്പലിൽ നിന്ന് അവരെടുത്ത് വെള്ളത്തിലിട്ടത് നമുക്ക് അവിടെയും അറിയാം. ദൈവം ഒരു വലിയ മത്സ്യത്തോട് കൽപ്പിച്ചു, തിമിംഗലം ആ യോനായെ വിഴുങ്ങി. അതിന്റെ ആമാശയത്തിൽ ഓക്സിജൻ ഇല്ലാതെ 3 ദിവസം യോന. ഇതൊക്കെ മനുഷ്യൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെയാണ് വിളിച്ചു പറയുന്നെങ്കിൽ അവരെയൊക്കെ കളിയാക്കി നശിപ്പിക്കത്തില്ലേ? ഓക്സിജൻ ഇല്ലാതെ, ആഹാരമില്ലാതെ, പ്രാണവായു എടുക്കാൻ പറ്റാതെ ഒരു മീന്റെ ആമാശയത്തിനകത്ത് 3 ദിവസം ഒരു മനുഷ്യൻ ഇരുന്നത്രേ. ഇവരൊക്കെ വെറുതെ പറയുക, പക്ഷെ സംഭവിച്ചില്ലേ? ചരിത്രമല്ലേ ഇത്? യാഥാർത്ഥ്യമല്ലേ ഇത്? വാഗ്ദത്തമുള്ളവനെ ജീവിക്കാൻ, വാഗ്ദത്തമുള്ളവനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഓക്സിജൻ പോലും വേണ്ട എന്ന് ദൈവം ഇവിടെ വെളിപ്പെടുത്തിയില്ലേ? സ്തോത്രം. നിനവയിലേക്ക് യോനായെ എത്തിക്കുവാൻ ദൈവം ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, പദ്ധതിയിൽ എത്തിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസിനെയും കൂടുള്ളവരെയും വിധിച്ച് അവരെ റോമിലെ ജയിലിൽ അടയ്ക്കാനായി കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ 3 കാറ്റുകൾ അവരുടെ മുമ്പിൽ അടിച്ചു. ഏറ്റവും ഒടുവിൽ അടിച്ച കാറ്റാണ് ഈശാനമൂലൻ. ആ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചപ്പോഴാണ് കപ്പൽ തകർന്നത്. എന്നിട്ട് ഇവരെവിടെത്തി? റോമിലെ ജയിലിൽ പോകേണ്ടവർ മാൾട്ടയിൽ മെലീത്തയിലെത്തി. മെലീത്തായിൽ ഭയങ്കര റിവൈവൽ നടന്നു. എന്നാ സൈസ് റിവൈവൽ ആയിരുന്നത്? കയ്യിൽ അണലി ചുറ്റിയാൽ അതിനെ കൊടഞ്ഞു കളയുന്ന റിവൈവൽ. ഒന്നും വിഷം പോലും ഏൽക്കാത്ത റിവൈവൽ. കൂട്ടമായി ഒരു ഐലൻഡ് കംപ്ലീറ്റ്ലി ക്രിസ്തുവിലായി തീരുന്ന റിവൈവൽ. ആ മാൾട്ടയിൽ റിവൈവൽ ഉണ്ടാകുവാൻ, മെലീത്ത ദ്വീപ് ഉണരപ്പെടുവാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ആ കാറ്റും. അതെ, ദൈവം അടുപ്പിച്ച എല്ലാ കാറ്റുകളുടെയും പിറകിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇതിനെ സ്പിരിച്വൽ സെൻസിൽ എടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു, അവനും ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീയരല്ലാത്തവർ, ജഡീകന്മാർ വ്യത്യസ്തമായ നിലകളിൽ ഇതിനെ വിവേചിക്കുമ്പോൾ ആത്മീയനായ ഒരു ദൈവ പൈതൽ ഇതിന്റെ ആത്മീയ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നവനാണ്. ചേർന്ന് കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നതായ അടുത്ത ബോധ്യം, പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്
തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരിക. തീത്തോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തിരിയേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. നവീകരണം എന്നൊരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഒരു വലിയ നവീകരണം ഉണ്ടാകണം. ആരാണ് നമ്മെ നവീകരിക്കുന്നത്? അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. നമ്മളിട്ട പന്തലിന്റെ വലിപ്പമല്ല ജനത്തെ നവീകരിക്കുന്നത്. നിങ്ങളുടെ സഭാ-ഹാളിൽ കാണുന്ന ഭംഗിയല്ല ജനത്തെ നവീകരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വാക്ചാതുര്യമോ നമ്മൾ പഠിച്ച് തലയ്ക്കകത്ത് കയറ്റിയിരിക്കുന്ന കുറെ അറിവുകളോ അല്ല ദേശത്തെ നവീകരിക്കുന്നത്. നവീകരണം എപ്പോഴും ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിലാണ്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന, ആ ധാരാളമായി പകർന്ന എന്ന വാക്കും വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ദൈവം ധാരാളമായി പകരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? കൊതിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവം നിങ്ങൾക്കത് നൽകിത്തരും. അതല്ലേ യേശു പറഞ്ഞത്, ഒരു മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലെടുത്തു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ, അല്ലേ ലൂക്കോസ് 11, ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ആഗ്രഹിക്കുന്നുവോ? എത്ര അധികം നൽകും? ധാരാളമായി. ഇവിടെ തീത്തോസിന്റെ ലേഖനം 3:7 പറയുന്നു, യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ എന്ത് ധാരാളമായി പകരുന്നു? പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകരുന്നു. അത് നിമിത്തം എന്തുണ്ടാകുന്നു? നവീകരണം ഉണ്ടാകുന്നു. ആ നവീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആരായിരുന്നു? ശ്രദ്ധിക്കണം. നമ്മൾ ആരായിരുന്നു പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത് വരെ? എഴുതി വെക്കുക, ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നത് വരെ നമ്മൾ ആരായിരുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും അതായിരിക്കുന്നു. എന്ത്? എണ്ണിക്കോ, ബൈബിള് തുറന്ന് കൗണ്ട് ചെയ്തോ. ഞാൻ ആ വാക്യം നോക്കിക്കൊണ്ട് ഞാൻ എണ്ണാൻ പോവാണ്. മുൻപേ നിങ്ങൾ ബുദ്ധികെട്ടവരായിരുന്നു. എഴുതിയിട്ടുണ്ടോ അവിടെ? ഫൂളിഷ് അവർ സെൽസ്, ബുദ്ധികെട്ടവർ, അനുസരണമില്ലാത്തവർ. ഡിസീവ്ഡ് എന്ന പദമാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ചതിയന്മാർ, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനർ, ഈർഷ്യയും അസൂയമുള്ളവർ, ദോഷിതർ, അന്യോന്യം പകയ്ക്കുന്നവർ, ഹേറ്റിംഗ് വൺ അനദർ, അന്യോന്യം പകയ്ക്കുന്നവർ. നമ്മളതായിരുന്നു. പക്ഷേ നമ്മെ ആര് നവീകരിച്ചു? നമ്മുടെ മേൽ ധാരാളമായി വെളിപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് നമ്മെ നവീകരിച്ചു. അനുസരണക്കേടിനെ മാറ്റി, ചതിയന്മാരായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യാസമുണ്ടാക്കി, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായ നമ്മളെ രൂപാന്തരപ്പെടുത്തി. ഈർഷ്യയും അസൂയയും മാറ്റി. മാറിയോ? അറിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ അസൂയയില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡബിൾ ചെക്ക് ചെയ്യണം, പരിശുദ്ധാത്മാവ് തന്നെ ആണോ മേളിൽ കിടക്കുന്നതെന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ലഗേജ് ഡബിൾ ചെക്ക് ചെയ്യുന്നത് പോലെ. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഡബിൾ ചെക്ക് ചെയ്തോണം. പരിശുദ്ധാത്മാവിന്റെ നവീകരണം വെളിപ്പെടുന്നിടത്ത് അസൂയയില്ല, ഈർഷ്യയില്ല, പകയില്ല, ഈ അന്യോന്യം പകയ്ക്കുന്നില്ല. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? അങ്ങനല്ലേ പ്രിയപ്പെട്ടവരെ? അന്യോന്യം പകയ്ക്കുന്നില്ല. അന്യോന്യം പകയ്ക്കുക എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിലെ നല്ല പദമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന, ഞാൻ സാധാരണക്കാരുടെ ശുശ്രൂഷകനും അവരുടെ പാസ്റ്ററുമാണ്.
അന്യോന്യം പാര വെക്കുന്നില്ല, അന്യോന്യം പണി കൊടുക്കുന്നില്ല, അന്യോന്യം കളിയാക്കുന്നില്ല. ആര്? പരിശുദ്ധാത്മാവുള്ളവർ. അയ്യോ, ഇതെന്റെ പദമല്ല. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 7 വരെ വായിക്കൂ. യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ നവീകരണം സംഭവിച്ചവർ, മാറ്റം വന്നവർ, മുൻപേ നേരത്തെ പണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്, ദേഷ്യമൊക്കെ വരുമ്പോ, അത്യാവശ്യം ദേഷ്യമൊക്കെ വരുമ്പോ ചിലർ ഇപ്പോഴും, ഞാൻ നേരത്തെ ആരായിരുന്നെന്ന് അറിയാമോ, ഞാനിപ്പോ ദൈവത്തെയൊക്കെ വിളിക്കുന്നതുകൊണ്ട് അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നുകുഞ്ഞെ, അങ്ങനൊന്നും പറയരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. ഇവിടെ പറയുകയാണ്, മുമ്പേ നാമും അങ്ങനെ ആയിരുന്നു. ബുദ്ധികെട്ടവരും അനുസരണയില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും. ഇംഗ്ലീഷിലാണ് നല്ല വാക്ക്, ഹേറ്റിംഗ് വൺ എന്നത്. ഒരുത്തനെ കണ്ടുകൂടാ. ആ കാലഘട്ടം ഏതാ? പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കാലഘട്ടം. എനിക്കൊന്ന് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുന്നവർക്കാണ് ഇപ്പൊ ഇത് കൂടുതൽ. ഒരുത്തനെ കണ്ടുകൂടാ, അന്യോന്യം പകയ്ക്കുന്നവർ. പക്ഷെ ഇതിനകത്തെല്ലാം നവീകരണം ഉണ്ടാക്കി ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതെല്ലാം ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ഈ തിന്മകളെല്ലാം കത്തിച്ചാമ്പലാകണം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇതെല്ലാം കത്തിച്ചാമ്പലാകണം. ഈ കൊടിയ കാറ്റ് നിന്റെ മേൽ അടിക്കുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം ഈ കാറ്റ് എടുത്തോണ്ട് പോണം. ഫ്രഷ് ആകണം, റിന്യൂ ചെയ്യപ്പെടണം. തീ, ദൈവാത്മാവിന്റെ അഗ്നി നിറയപ്പെടണം. ആ ഫയർ, ഹോളി ഫയർ, അപ്പോസ്തലന്മാരുടെ മേൽ പതിഞ്ഞ പിളർന്ന അഗ്നിനാവുകൾ, ആ അഭിഷേകത്തിന്റെ ഫയർ നിങ്ങളെ സ്പർശിക്കണം. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് 1999 ഞാൻ വളരെ പ്രസിദ്ധമായ ഒരു സർവദേശീയ കൺവെൻഷന് പങ്കെടുക്കുവാനായി കടന്നു പോകും. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയം. ആ സമയത്ത് ആ പന്തലിന്റെ ഏറ്റവും ഫ്രണ്ടിൽ 17 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ ചെന്നിരിക്കുകയാണ്. ഒന്നും അറിയില്ല എനിക്ക് കാര്യമായിട്ടൊന്നും. രാവിലത്തെ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്ന സർവീസുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ എല്ലാവരോടും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ആ കൺവെൻഷൻ നടക്കുന്ന സ്റ്റേജിന്റെ പുറകിൽ ഒരു 2-3 പേര് ഒന്നിച്ചു കൂടുന്നതും അങ്ങോട്ടൊരു കമ്പുമായിട്ട് പോകുന്നു നോക്കും ഞാൻ കണ്ടു. ഞാനൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് അതെന്നാന്നറിയാൻ അന്ന് കർത്താവിലേക്ക് വരുന്ന സമയമാണ്. അതിന്റെ പുറകിലേക്ക് പോയപ്പം ആ തോടിന്റെ സൈഡിൽ നിന്ന് ഒരു അണലി, പാമ്പ് കയറി വന്നു അവിടെ. അപ്പൊ അതിനെ അടിച്ചു കൊല്ലാൻ പോയതാ. അവിടുത്തെ മൂപ്പനായ സീനിയർ ആയിട്ടുള്ള അപ്പച്ചൻ പാസ്റ്റർ, തലനരച്ച അപ്പച്ചൻ, ഈ ചെറുപ്പക്കാരുടെ ഈ പാമ്പിനെ അടിച്ചു വന്ന ഉപദേശിയോട് പറയുകയാണ്, എടാ കുഞ്ഞേ, അടിച്ചേച്ചങ്ങ് കളയല്ലേ, അണലിയ, അങ്ങനൊന്നും ചാകുകയില്ല, ഒരു കുഴിയെടുത്ത് കൂട്ടി അതിനകത്തിട്ട് കത്തിക്കണം, അല്ലാതെ വിട്ടേക്കരുത് എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നു. ഞാൻ അവിടെ ചിന്തിച്ചു, അങ്ങനെ അടിച്ച ചാകുകയില്ലാത്ത സാധനമുണ്ട്, അതിനെ എന്ത് ചെയ്യണം? കത്തിക്കണം. അല്ലെ അത് പിന്നെ എന്ത് ചെയ്യും? പൊങ്ങി വരും, പിന്നെയും ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരും. അയ്യോ, ഇഷ്ടംപോലെ കഴിഞ്ഞ 20 വർഷമായിട്ട് കാണുന്നുണ്ടേ. സ്തോത്രം. ആത്മീയ ശുശ്രൂഷയിൽ ധാരാളം കാണുന്നുണ്ടേ. ഇത് കത്തിയിട്ടില്ല, ഇത് ചാമ്പലായിട്ടില്ല, ഇത് പോയിട്ടില്ല. ഇത് പോണോ? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണോ? രൂപാന്തരം സംഭവിക്കണോ? മാറ്റങ്ങൾ ഉണ്ടാകണോ? അഭിഷേകത്തിന്റെ അഗ്നി നിന്റെ മേൽ വരണം. പരിശുദ്ധാത്മാവ് നിന്നെ തൊടണം. നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായി നടക്കുന്ന, വഴിതെറ്റി നടക്കുന്ന സമൂഹമേ, നവീകരണം ഉണ്ടാക്കുന്നത് നവീകരണ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവൊന്നുമല്ല, നവീകരണം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ഈ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ, നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബൈ മൈ സ്പിരിറ്റ് സേയ്സ് ദി ലോർഡ്, സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ തന്നെ എന്ന് സക്രിയ 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ. ആമേൻ. സെരുബാബേൽ ഒരു ആലയം പണിയാൻ ചെന്നു. സെരുബാബേലിന്റെ മുമ്പിൽ വലിയ മൗണ്ടൻസ് ആണ്, പർവ്വതങ്ങളാണ്. താങ്ക് യു ഹോളി ഗോസ്റ്റ്.
ആ പർവ്വതങ്ങൾ കാരണം എന്ത് പണിയാൻ പറ്റുന്നില്ല? ആലയം പണിയാൻ പറ്റുന്നില്ല. ആ പർവ്വതങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ സെരുബാബേൽ പറയാണ്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ. കൃപ കൃപ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ആണിക്കല്ല് കയറ്റും. കർത്തൃദാസനെ, ഇതിനകത്ത് നിന്നൊരു സന്ദേശം, ഒരു ദൈവിക ആലോചന ഞാൻ പറയട്ടെ. ഈ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മൗണ്ടൻസ്, എന്താണ് ഈ മൗണ്ടൻസിന്റെ, പർവ്വതത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, എന്റെ മുമ്പിൽ വലിയൊരു പർവ്വതമായിരിക്കും. പക്ഷെ അതിന്റെ പിറകിൽ നല്ല പൂന്തോട്ടമുണ്ട്, നല്ല വെള്ളച്ചാട്ടമുണ്ട്, നല്ല സീനറീസ് ഉണ്ട്. പക്ഷെ എന്റെ മുമ്പിൽ മൗണ്ടൻ ആണെങ്കിൽ എനിക്ക് അതിന്റെ അപ്പുറത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. എവിടെയാണോ മൗണ്ടൻ നിൽക്കുന്നത് അവിടം കൊണ്ട് എന്റെ കാഴ്ചപ്പാട് തീരുകയാണ്. എന്റെ കാഴ്ചപ്പാട്, എന്റെ കാഴ്ച അവിടം കൊണ്ട് തീരുകയാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടു നിൽക്കുന്നത് ഈ പർവ്വതം, ഈ മൗണ്ടൻസിനെ മാത്രമാണ്. എനിക്ക് അതിന്റെ അപ്പുറത്തുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റുകയില്ല. കാരണം ഈ പർവ്വതം അതിന് തടസ്സമായി നിൽക്കുകയാണ്. നിന്റെ കാഴ്ചപ്പാടുകളെ നശിപ്പിക്കുന്ന മൗണ്ടൻസിനെ, നിന്റെ ദർശനത്തെ ചുരുക്കിക്കളയുന്ന മൗണ്ടൻസിനെ, നിന്റെ ആത്മീകമായ കാഴ്ചപ്പാടുകളെയും അഭിഷേകത്തെയും ചുരുക്കിക്കളയുന്ന മൗണ്ടൻസിനെ ഇന്ന് പകൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ റിമൂവ് ചെയ്യണം, ഇടിച്ചു കളയണം. നിനക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാകണമെങ്കിൽ, നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ, ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ മറ്റൊന്നും നിങ്ങളെ സഹായിക്കില്ല. സൈന്യവും ശക്തിയും സഹായിക്കില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഞാൻ പർപ്പസ് എന്ന വിഷയത്തിലാണ് നിൽക്കുന്നത്. അപ്പോസ്തലന്മാരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് വന്നത് ഒരു ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനായിരുന്നു. അവിടെ മുതൽ ഒരു പുതിയ ജീവിതം, അവിടെ മുതൽ സഭയുടെ ആരംഭം. ആദിമ സഭ ആരംഭിച്ചത് കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ, പിളർന്ന അഗ്നിനാവുകളാൽ വെളിപ്പെട്ട ഇരുന്ന സ്ഥലത്തെ കുലുക്കിക്കൊണ്ടാ ആദിമസഭ തുടങ്ങി. ഇന്ന് സഭ ഇരിക്കുന്ന ഒരുത്തെ അനങ്ങുകയല്ല. പലയിടത്തും ഇരുന്ന സ്ഥലത്തെ കുലുക്കിക്കൊണ്ടാണ് ആദിമസഭയുടെ ആരംഭം. പ്രൈസ് ഗോഡ്. ഇന്ന് ആരെങ്കിലും സഭ അനങ്ങുകയല്ല, സഭ കുലുങ്ങുകയല്ല, സഭ ഇരിക്കുന്ന ഒരുത്തൻ ഒന്ന് ആരാഴ്ച തിരിഞ്ഞു നോക്കുക, ഇവ എന്നാ ചെയ്യുന്നതെന്ന്. പക്ഷേ നിങ്ങളൊക്കെ ഈ പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് ഈ സംഭവങ്ങളെ ദയവായി മറന്നു കളയരുത്, വിസ്മരിച്ചു കളയരുത്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ മേൽ വന്ന ദൈവശക്തി, അഭിഷേകം, ഞാൻ ആ അനോയിന്റിങ് എന്നുള്ള ഭാഗവും കൂടെ ഇന്നൊന്ന് തൊട്ടിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സർവീസിന്റെ ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക. നവീകരണം ഉണ്ടാക്കുന്നത് ആര്? ഉണർവിനെ കൊണ്ടുവരുന്നത് ആര്? ആരാണ് റിവൈവലിസ്റ്റ്? ആരാണ് ഉണർവിനെ അയക്കുന്നത്? ആരെയാണ് നമുക്ക് വേണ്ടത്? ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യേണ്ടത്? നെവർ ഫർഗെറ്റ് ദാറ്റ്. മറന്നു പോകല് പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലയളവിൽ അനവധിയായ പ്രവൃത്തികൾ ചെയ്തു. പിതാവായ ദൈവം തന്റെ പുത്രനെയും ഈ ഭൂമിയിൽ അയച്ചത് ഒരു പർപ്പസോടുകൂടെയാണ്. എത്ര പേരത് സമ്മതിക്കും? ഒരു പർപ്പസിലാണ് കർത്താവ് വന്നത്, ഒരു പദ്ധതി പ്രകാരമാണ്. ആ പദ്ധതി വ്യക്തമാകുന്നത് യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പുത്രനെ ഈ ഭൂമിയിൽ അയച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ദൈവദാസൻ വായിക്കുന്നത്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. അനവധി പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് അന്നത്തെ കാലഘട്ടത്തിൽ
അനവധി സ്ഥലങ്ങളിൽ 100 മൈലിൽ കൂടുതൽ യേശു സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ സഞ്ചരിക്കാവുന്ന ആ ഭാഗങ്ങളിൽ സഞ്ചരിച്ചെടുത്തെല്ലാം യേശു ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുമായിരുന്നു. യേശു കർത്താവിനെ തൊട്ടവർക്കും യേശു തൊട്ടവർക്കും സൗഖ്യം ലഭിക്കുമായിരുന്നു. നന്മ ഒരുപാട് ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവിന്റെ കൂടെ വലിയ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. വാസ്തവത്തിൽ സ്വന്തം വിഭാഗമായ ജൂയിഷ് കമ്മ്യൂണിറ്റി, യഹൂദന്മാർക്ക് യേശു കർത്താവിനോടുള്ള ദേഷ്യത്തിന്റെ, പകയുടെ, വൈരാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു റീസൺ അതായിരുന്നു. എന്തായിരുന്നു റീസൺ? ആ റീസൺ എന്ന് പറയുന്നത് വലിയ കൂട്ടം പുരുഷാരം യേശുവിനെ അനുഗമിച്ചിരുന്നു. സ്തോത്രം. അവർ പറഞ്ഞു, പുരുഷാരം മുഴുവൻ അവന്റെ പിന്നാലെ ആയിരിക്കുന്നു. ജനത്തെ ഭയപ്പെട്ട് അവർ മിണ്ടാതിരുന്നു എന്ന് 2 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുവിനെ ഒന്ന് കയ്യേറ്റം ചെയ്യണമെന്നും കല്ലെടുത്ത് എറിയണമെന്നും ഉപദ്രവിക്കണമെന്നും ഒക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജനത്തെ ഭയപ്പെട്ട് അവർ ഒഴിഞ്ഞു പോയത് 2 ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത്രയും ക്രൗഡ് യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജനം, പ്രൈസ് ഗോഡ്, ജനം വരണോന്നേ, ജനം ഒന്നിച്ചു കൂടണോന്നേ. കർത്താവിലേക്ക് ആത്മാക്കൾ വരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിനെയൊന്നും വെറുതെ നിങ്ങളുടെ മനോഭാവം കൊണ്ടും അല്ലെങ്കിൽ അല്പമായ അസൂയ കൊണ്ടൊന്നും അതിനെ വെറുതെ കളിയാക്കരുതേ, പ്ലീസ്. കാരണം ആദിമസഭയെ നിങ്ങളൊന്ന് പഠിച്ചാൽ ആദ്യത്തെ കൂട്ടം 120 പേരായിരുന്നു. 120 പേർ. പിന്നെ ഒറ്റ സർവീസ് കൊണ്ട് 3000 പേർ സ്നാനപ്പെട്ടു. അടുത്ത ദിവസത്തെ സഭായോഗത്തിൽ 3120 പേരായിരുന്നു. പിന്നെ പുരുഷന്മാരുടെ എണ്ണം തന്നെ വർദ്ധിച്ചു, 5000 ആയി, 5000 ആയി. 10, 20, 30 എന്ന റേഞ്ചിലല്ല കയറിപ്പോയത്. 1000 + 1000 എന്നുള്ള റേഞ്ചിലാണ് സഭ വളർന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വിടുവിക്കപ്പെട്ടത്. ശമരിയ എന്ന് പറയുന്ന പട്ടണം മുഴുവൻ വലിയ സന്തോഷത്താൽ നിറഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ, ജനം ക്രിസ്തുവിലേക്ക് വരട്ടെ, അനേകർ ദൈവസ്നേഹം അനുഭവിക്കട്ടെ, അനേകർ ദൈവശക്തി അനുഭവിക്കട്ടെ. നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മശക്തിയിൽ നിറഞ്ഞാട്ടെ. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മൗണ്ടൻ അങ്ങ് പൊളിയട്ടെ. അതിനപ്പുറത്ത് ചില കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. ആ അനോയിന്റിംഗ് ആണ്, ആ അഭിഷേകമാണ് രോഗികളെ സുഖപ്പെടുത്തിയത്, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുത്തത്. അത് യേശു തന്നെ പറഞ്ഞല്ലോ സഹോദരങ്ങളെ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ പിതാവായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്. കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ആ അഭിഷേകം ക്യാരി ചെയ്യുന്നു. എന്താണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ദ ക്രൈസ്റ്റ് മീൻ അനോയിന്റഡ് വൺ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഹല്ലേലൂയ. ആ അഭിഷേകമാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടു വന്നത്. ആ അനോയിന്റിങ്ങിന്റെ മുൻപിലാണ് അശുദ്ധാത്മാക്കൾ വിട്ടുപോയത്, ഭൂതങ്ങൾ അലറിയോടിയത്. ആ അഭിഷേകം കർത്താവിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഒത്തിരി ശത്രുക്കളും അവനുണ്ടായത്, അസൂയാലുക്കൾ ഉണ്ടായത്. അതെപ്പോഴും ഓർക്കണം. വലിയ അഭിഷേകം തരണേ, വലിയ ദൈവകൃപ തരണേ, വലിയ പരിശുദ്ധാത്മ ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, കൂടപ്പുറപ്പുകളെ, എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ അഭിഷേകം കൊതിയോടെ, പ്രാർത്ഥനയോടെ, ദാഹത്തോടെ, ഉപവാസത്തോടെ ചോദിച്ചാൽ ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അത് പകരും. പക്ഷേ എറികൊള്ളാനും നിന്നെ അനുഭവിക്കാനും ഒക്കെ റെഡി ആയിക്കോണം. കാരണം അഭിഷേകമുള്ള ഒന്നിനെയും ആരും ഇന്നുവരെ വെറുതെ വിട്ടിട്ടില്ല. ദാവീദ് തുടങ്ങി, പഴയ നിയമം തുടങ്ങി, പുതിയ നിയമം തുടങ്ങി, സ്തേഫാനോസ് തുടങ്ങി, അപ്പോസ്തലന്മാര് തുടങ്ങി, ദൈവത്തിന്റെ യഥാർത്ഥമായ ശക്തിയുള്ള അഭിഷേകം ക്യാരി ചെയ്ത ഒന്നിനെയും അനാത്മീയന്മാർ വെറുതെ വിട്ടിട്ടില്ല. അനാത്മീയന്മാർ വെറുതെ വിട്ടിട്ടില്ല. ഈ സത്യങ്ങളെയൊക്കെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ എന്നോട് ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇവണ്ണം എന്നോട് പറയാനിടയായി. അതിശക്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ, അദ്ദേഹം അസാധാരണമായ നിലയിൽ വെല്ലുവിളികൾ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസ്തനായി നിൽക്കുന്ന ഒരു ദൈവഭൃത്യനുണ്ട്.
ഈ ദൈവദാസൻ അസാധാരണമായ പീഡനകളും നിന്ദകളും കഷ്ടതകളും അനുഭവിക്കുന്നത് ഈ കൂടെ നിൽക്കുന്ന മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കർത്തൃദാസന്റെ അരികിൽ വന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞത്രേ, ദൈവദാസനെ, ആ കൈ എന്റെ തലയിലോട്ടൊന്ന് വെച്ചേ, നിങ്ങളുടെ വീട്ടിൽ ഒരു അപ്പോസ്തോലിക അഭിഷേകം വന്നെന്ന് ഞാൻ കാണുന്നു. അപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള പാസ്റ്റർ, ഈ സഭയുടെ ശുശ്രൂഷകൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയും നിന്നെയും പ്രതിസന്ധിയും ചെറുതാണോ? എന്താണ് അപ്പോസ്തലിന്റെ പ്രത്യേകത? അപ്പോസ്തലിന്റെ ലക്ഷണങ്ങൾ 2 കൊരിന്ത്യർ 12:12. ഒന്നുകൂടെ പറയാം, 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലിന്റെ ലക്ഷണങ്ങൾ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളിൽ വെളിപ്പെട്ടു വരും. ഒരുപാട് സഹിഷ്ണുതകൾ സഹിക്കുന്ന പേഷ്യൻസ്, ക്ഷമയില്ലാതെ പറ്റില്ല. ഒരുപാട് ക്ഷമയുള്ള അനുഭവങ്ങൾ, ക്ഷമിക്കപ്പെടുന്ന അനുഭവങ്ങൾ. ക്ഷമിക്കപ്പെടണമെങ്കിൽ എന്തുണ്ടാകണം? ആക്രമണങ്ങൾ ഉണ്ടാകണം, അറ്റാക്കുകൾ ഉണ്ടാകണം, പ്രതിസന്ധികൾ ഉണ്ടാകണം. ആ സമയത്ത് നമ്മൾ പേഷ്യൻസ്, ആ ഒരു ക്ഷമ നമ്മളിൽ ഉണ്ടാകണം. ആ ക്ഷമയും വിധേയത്വവും ദൈവത്തോടുള്ള സ്നേഹവും കണ്ടപ്പോൾ ഈ സഹശുശ്രൂഷൻ പറഞ്ഞത്ര, ആ കൈ എന്റെ തലയിലോട്ടൊന്ന് വെച്ചേ, നിങ്ങളിൽ ഒരു അപ്പോസ്തോലിക അഭിഷേകം ഉണ്ടെന്ന് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുക. കാരണം അപ്പോസ്തലന്മാർക്ക് കൊണ്ടതല്ല എറികളാണ്, അപ്പോസ്തലന്മാർ ഏറ്റതെല്ലാം നിന്ദകളാണ്, അപ്പോസ്തലന്മാർക്ക് കിട്ടിയതെല്ലാം പഴികളാണ്, അപ്പോസ്തലന്മാർ അനുഭവിച്ചതെല്ലാം പീഡനങ്ങളാണ്. ഹല്ലേലൂയ! തയ്യാറാണോ? അഭിഷേകം വർദ്ധിക്കട്ടെ, ദൈവകൃപ വർദ്ധിക്കട്ടെ, ദൈവശക്തി വർദ്ധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവ് തരും. ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇതും വരും എന്ന് ഓർക്കുക, കൂട്ടത്തിൽ ഇതും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ! കർത്താവിന് വേണ്ടി എന്ത് നിന്ദയും എന്ത് കഷ്ടതയും എന്ത് പീഡനവും എന്ത് പരിഹാസവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു. ആ സംഭവം ഇവിടെ വ്യക്തമാണിത്. തിരുവെടുത്താണ് ഞാൻ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ഈ തിരുവെഴുത്തുകൾക്ക് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്യാൻ ശ്രമിച്ചേ? ഒരു വലിയ മലയുടെ മേളിൽ കൊണ്ടുപോയിട്ട് യേശുവിനെ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എന്റെ മേളിൽ അഭിഷേകമുണ്ട്, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ര എതിർപ്പായിരുന്നു പരിശുദ്ധാത്മാവിനോടും മശിഹായോടും. ഹല്ലേലൂയ! സ്തോത്രം. ഇന്നത്തെ പ്രത്യേക ചില സാഹചര്യത്തിൽ ചിലരുടെ മേളിലൊക്കെ ആത്മാവുണ്ടോ എന്ന് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും കടന്നുപോയ സാഹചര്യം വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് ഒരു എതിർപ്പുമില്ല ബ്രദറെ, എനിക്ക് ഒരു പീഡനമില്ല ബ്രദറെ, എന്നെ ആരും ഉപദ്രവിക്കുന്നില്ല ബ്രദറെ, എന്നെ ആരും കളിയാക്കുന്നില്ല ബ്രദറെ. ശരിക്കും രക്ഷിക്കപ്പെട്ട ആണോ? ഉറപ്പായിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സാധനമൊക്കെ ഉണ്ടെന്നാ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ലോർഡ്. ഉപദ്രവങ്ങളോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ഇരട്ടി. കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ നാമത്തിൽ അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളെയോ വിട്ടുകളയുന്നവർക്ക് ഉപദ്രവങ്ങളോടുകൂടെ ഇതെല്ലാം 100 മടങ്ങ് കിട്ടുമെന്ന. നമ്മൾ ഈ 100 മടങ്ങ് എന്ന് കേൾക്കുമ്പം ഗ്ലോറി, സ്തോത്രം, 100 മടങ്ങ്. ഈ 100 മടങ്ങ് എന്തിന്റെ കൂടെ വരുന്നേ? ഈ സാധനം വരുന്നത് ഈ ആമസോണിന്റെ പാഴ്സൽ വരുന്നത് പോലെ ആ ഒരു ബോക്സിനകത്താ. ആ ബോക്സിന്റെ പേരാണ് ഉപദ്രവം. ഉപദ്രവം എന്ന ബോക്സിനകത്താണ് ഈ നന്മയെല്ലാം ഇരിക്കുന്നത്. നന്മ 100 മടങ്ങ് വരുന്നു, പക്ഷെ ഉപദ്രവം എന്ന ബോക്സിനകത്തൂടാ വരുന്നേ. വേണോ? ഉപദ്രവങ്ങളോടുകൂടെ ഇതെല്ലാം 100 മടങ്ങായി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. ഒരുവൻ എന്റെ പിന്നാലെ ഒരു വനിച്ചാൽ അവൻ തന്നെ താൻ തതിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ! കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെയിരുന്നു. അതെ, ദൈവത്തിന്റെ അഭിഷേകമുള്ള പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവദാസന്റെ കൂടെ, ഒരു സഹോദരന്റെ കൂടെ, ഒരു സഹോദരിയുടെ കൂടെ ദൈവമുണ്ട്. ആരെല്ലാം തകർക്കുവാൻ നോക്കി, യേശു കർത്താവിന്റെ ശുശ്രൂഷകളെ ആരെല്ലാം തകർത്തുടയ്ക്കുവാൻ നോക്കി, പക്ഷേ ക്രൂശിച്ചു കൊന്നുകളഞ്ഞില്ലേ? മരണത്തിന് പോലും യേശുവിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചു, പീഡകൾ അഴിച്ചുവിട്ടു. അവർ ചിതറിപ്പോയി. ചർച്ചിനെ അവർ കസക്കി എറിഞ്ഞു. ഇവിടെ യോഗം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർ 4 വഴിക്കും ചിതറിപ്പോയി. ആ ചിതറിപ്പോയിടത്തെല്ലാം ഉണർവുകൾ ഉണ്ടായി. ഹല്ലേലൂയ! കാരണം
ആ ചിതറിപ്പോയതെല്ലാം അഗ്നി കഷ്ണങ്ങളായിരുന്നു. ആ അഗ്നി കഷ്ണങ്ങൾ ചെന്ന് വീണെടുത്തെല്ലാം തീപിടുത്തമുണ്ടായി. ആ അഗ്നി കഷ്ണങ്ങൾ ചെന്ന് വീണെടുത്തെല്ലാം ദൈവശക്തി സ്പ്രെഡ് ചെയ്തു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലൊക്കെ കാണുന്ന ശമരിയയിലെ ഉണർവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനോയിന്റിങ് എന്ന വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് അഭിഷേകം, പരിശുദ്ധ ആത്മാവ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രാരംഭത്തിൽ, വി ആർ നോട്ട് എ ലാസ്റ്റ് ഡേയ്സ്, വി ആർ ഇൻ എ ലാസ്റ്റ് മിനിറ്റ്സ്. നമ്മൾ അവസാന ദിവസങ്ങളിലല്ല സഭയെ, നമ്മൾ അവസാന ദിവസങ്ങളിലല്ല, അവസാന നാളുകളിലല്ല, അവസാന മണിക്കൂറുകളിലുമല്ല, അവസാന മിനിറ്റുകളിലാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് അതിവേഗം സംഭവിക്കാൻ പോകുന്നു. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളും, നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒട്ടുമുക്കാൽ കാര്യങ്ങളും കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ഇസ്രായേൽ ജനവും അറബ് നേഷൻസും ഒന്നിക്കുന്നു. ഇത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഇത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എഗസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായം നമ്മൾ ഇന്ന് വായിച്ചില്ലേ? അതിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. ഒന്നിച്ച് എഗ്രിമെന്റ് ചെയ്യുന്നതും പല കോലുകൾ ഒന്നായി ചേരുന്നതും ഒക്കെ എഗസ്കേൽ അവിടെ പ്രവചിക്കുന്നുണ്ട്. 37-ാം അധ്യായത്തിൽ അത്തിമുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുന്നത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. മഹാമാരികൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട പ്രളയത്തിന് ശേഷം ലോകത്തെ മുഴുവൻ ബാധിച്ച ഒരു വിഷയത്തിന്റെ നടുവിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. 1-ാം ലോകമഹായുദ്ധമോ 2-ാം ലോകമഹായുദ്ധമോ പ്ലേഗോ വസൂരിയോ സ്വയൻ ഫ്ലൂവോ കോളറയോ ചിക്കൻ ഗുനിയ രോഗമോ പനിയോ ഇതൊന്നും ലോകത്തെ മുഴുവൻ ബാധിച്ച ഒന്നല്ല. പക്ഷെ ലോകത്തെ മുഴുവൻ ബാധിച്ച, ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ മാസ്ക് ധരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നോഹയുടെ പ്രളയം കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക സാഹചര്യമാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്ര നാളിലും ഉണ്ടാകും. ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രതിസന്ധി. ഇതെല്ലാം യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കാണിക്കുന്നു. ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാ ലൈവ് സർവീസിലും കഴിഞ്ഞ 7-8 മാസമായി എല്ലാ മീറ്റിങ്ങിലും ഒരു മീറ്റിംഗ് പോലും ഇടാതെ നിങ്ങൾ എടുത്ത ഏത് യൂട്യൂബിലെ ഏത് പ്രസംഗവും എടുത്ത് നോക്കിക്കോ. അതിന് ഞാൻ പറയുന്ന ഒരു 3 പദമുണ്ട്. ദിസ് ഈസ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ, ദിസ് ഈസ് ദ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ദിസ് ഈസ് ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ. ഇതൊരു വിശുദ്ധീകരണത്തിന്റെ സമയമാണ്, ഇതൊരു പുനർസ്ഥാപനത്തിന്റെ സമയമാണ്, ഇതൊരു ഒരുക്കത്തിന്റെ സമയമാണ്. ആരാണ് ഒരുക്കുന്നത്? കർത്താവിന്റെ വരവിനായി നമ്മെ ആരൊരുക്കുന്നു? പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. വീട്ടിൽ നിന്നൊരു സഹോദരി, കല്യാണം മണവാട്ടി പെണ്ണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിൽ സാധാരണ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. പെട്ടെന്നൊരു ഒരുക്കാനായ ഒരു സഹോദരി വീട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് പറയുന്നു, മണവാട്ടി ഒരുങ്ങാൻ പോവുകയാണ്. അതുവരെ അടുക്കളയിൽ നിന്ന് ദോശ ചുട്ടുകൊണ്ട് നിന്നു, അതുവരെ അവിടെ നിന്നു. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സഹോദരിയുടെ കൂടെ മറ്റൊരു സഹോദരി കയറുന്നു. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പുറത്തു വരുമ്പോൾ കാണുന്നത് അടുക്കളയിൽ നിന്ന സഹോദരിയല്ല, പുറത്തു വരുന്നത് ഒരു മണവാട്ടിയാണ്, ഒരുക്കപ്പെട്ട മണവാട്ടി. കാരണം എന്നാന്നറിയോ? കൂടെ 2 പേരൂടെ കേറി. എന്തിനാ? മണവാട്ടിയെ ഒരുക്കാൻ. മണവാട്ടി സഭയെ, മണവാളനാകുന്ന ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്ന സഭയെ. നിങ്ങളെ ഒരുക്കുന്നത് സംഘടനയല്ല, പാസ്റ്ററല്ല, വ്യക്തികളല്ല, സമുദായമല്ല. കർത്താവിന്റെ വരവിനായി വിശുദ്ധിയോടെ നിൽക്കുവാൻ, നിർമ്മലതയോടെ നിൽക്കുവാൻ, കറയും വാട്ടവും ചുളുക്കോ മാലിന്യമില്ലാതെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നിന്നെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന്. ഇത്ര വ്യക്തമായി ഇതിനേക്കാൾ കടുപ്പിച്ച് ഇനി ഏത് വാക്കാ പറയാനുള്ളേ? ഇതിനേക്കാൾ ശക്തമേറിയ ഒരു പദം വേറെ പറ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പിന്നെ ആർക്കുള്ള ആളാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഈ the anointing is very important and very precious. അഭിഷേകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നത് ഒരു പദ്ധതി പ്രകാരമാണ്. അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അധികാരം എന്നാണ്, അതോറിറ്റി. ദാവീദിനെ ഇസ്രയേലിന്റെ രാജാവായി
അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചുമതല, അധികാരം ദാവീദിന് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ്. അഭിഷേകം ഒരു കൈമാറ്റമാണ്. അഭിഷേകം ഒരു പദ്ധതി പ്രകാരമാണ്. അഭിഷേകം ഒരു അധികാരമാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പദ്ധതിക്കായി നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എവിടെ എത്തണം, ഏതെല്ലാം രാജ്യത്ത് പോകണം, ആരൊക്കെ നിന്റെ ശുശ്രൂഷയിൽ സൗഖ്യമാകണം, നിന്നിലൂടെ എവിടെല്ലാം ഉണർവ് നടക്കണം എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നിന്റെ മേളിൽ കിടക്കുന്ന അനോയിന്റിംഗ് ആണ്. അഭിഷേകം നിന്റെ ഭാവിയെ തീരുമാനിക്കും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടല്ലേ. ഐ ആം നോട്ട് വറീഡ് മൈസെൽഫ്. ഞാൻ എന്നെ കുറിച്ച് ഒട്ടും ആകുലനല്ല. ബിക്കോസ് ഐ എം ക്യാരിങ് ദി അനോയിന്റിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. ആ അഭിഷേകമാണ് ഡിസൈഡ് ചെയ്യുന്നേ ടിനു ജോർജ് എവിടെ പോകണം, അവന്റെ ശുശ്രൂഷയിൽ എത്ര ആത്മാക്കൾ വിടുവിക്കപ്പെടണം, ഏതെല്ലാം ടൈപ്പ് രോഗികൾ സൗഖ്യമാകണം, എവിടൊക്കെ ആ മനുഷ്യനെയും കൊണ്ട് ഉണർവുണ്ടാക്കണം എന്ന അഭിഷേകമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ അനോയിന്റിംഗ് റിലീസ് ആകുന്നത്. വിതൗട്ട് ഹിം ഐ ക്യാൻ ഡു നത്തിങ്. ഈ അഭിഷേകം ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം? ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്തിനു കൊള്ളാം? വി ആർ ദ നോർമൽ പേഴ്സൺസ്. നത്തിങ്, ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന ഒരുത്തൻ എൻ്റെ അകത്തുണ്ട്, എനിക്ക് ശക്തി നൽകുന്ന ഒരുത്തൻ എൻ്റെ അകത്തുണ്ട്. ആ പവറാണ് ഇമ്പോർട്ടന്റ്. ആ പവർ പോയാൽ പോയി. പവർ സപ്ലൈ പോയാൽ പിന്നെ ഈ ലൈറ്റ് കൊണ്ട് അർത്ഥമില്ല. പവർ സപ്ലൈ പോയാൽ പിന്നെ ഈ മൈക്ക് കൊണ്ട് അർത്ഥമില്ല. പവർ സപ്ലൈ പോയാൽ പിന്നെ ഈ കീബോർഡ് പ്രവർത്തിക്കില്ല. പവർ ഇല്ലെങ്കിൽ, നിന്നില്ല പവർ സപ്ലൈ ഇല്ലെങ്കിൽ വെറും പടമാണ്. എൻ്റെ ഭാഷ പറഞ്ഞു, വെറും പടം. സ്തോത്രം. വെറും ഒരു പടമായി ജീവിക്കണോ? പ്രകാശം കൊടുക്കണോ? മ്യൂസിക് കൊണ്ടുവരണോ? നന്മ ചെയ്യണോ? അതാ നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നന്മ ചെയ്തു. ഭൂതത്തെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. എന്നിട്ട് കർത്താവ് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന്. His anointing is with me എന്ന് യേശു പറഞ്ഞു. അവന്റെ അഭിഷേകം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ അഭിഷേകം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ആ അഭിഷേകമാണ് നിന്റെ നിലവാരം. ബട്ട് how we can receive the anointing of God, the power of Holy Spirit, is very important question. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ശക്തി നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അതിനുള്ള കീസ് വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളെ അഭിഷേകം ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യരെ ദൈവം അതിനായി ഉപയോഗിക്കും. ഞാൻ അതിലേക്ക് വരുന്നു. എപ്പോഴും അനോയിന്റിംഗ് ദൈവത്തിന്റെയാണ്. ഒരിക്കൽ പത്രോസിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് മേടിക്കാൻ വന്നു. അയ്യോ, പിന്നെ ആ ചരിത്രമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അവൻ ശപിക്കപ്പെട്ടു. പത്രോസിന് വളരെ ദേഷ്യമുണ്ടായി. പത്രോസിന്റെ ആ ദേഷ്യം പുറത്തു വന്നു. ഒരു കോപത്തിൽ അവനോട് സംസാരിച്ചു. പട്ടാപകലിൽ അവന് ദൈവിക ന്യായവിധി ഉണ്ടായി. നോ, പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്നല്ലിത്, മനുഷ്യർക്ക് തരുവാൻ കഴിയുന്നതല്ലിത്. ഇത് അഭിഷേകം ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവാണ്. ഇന്ന് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ തന്നെ ചിലർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരൊക്കെയോ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് വിശ്വസിക്കുകയാണ്. ഞാൻ ആ പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. അവരെ ദൈവം സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിഴലായതിനെ പൊരുളാക്കുവാൻ പുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നു. ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. താൻ മരിച്ചടക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന് സകലത് നിവൃത്തിയായ അരുളി ചെയ്ത്, പുനരുത്ഥാനം ചെയ്ത്, കല്ലറകളെ ജയിച്ച് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കണം. എനിക്ക് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരും. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് പ്രിയപ്പെട്ടവരെ, ആ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ
അവർ ഒന്നിച്ചു കൂടിയിരുന്നത്. ഡേ ഓഫ് പർപ്പസ്, പദ്ധതിയുടെ ദിനം, ദൈവ പദ്ധതിയുടെ ദിനം. നിങ്ങൾക്കറിയുമോ, 2019 വർഷങ്ങൾക്ക് മുൻപ് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്ത, ചെകിടന്മാർക്ക് കേൾവി കൊടുത്ത, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ആത്മീയരായിട്ടുള്ളവർ, ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ, നീ ഈ ഭൂമിയിൽ വന്ന ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ കൂടെ എനിക്കൊന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, നിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ അന്നത്തെ കാലത്ത് ഞാനൊന്ന് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ തെറ്റായിരിക്കാം, ചിലപ്പോൾ നന്മയായിരിക്കാം. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഇന്ന് ഈ ഭൂമിയിൽ അവന്റെ ആത്മാവുണ്ട്. ഇറ്റ്സ് എ ഗ്രേസ് പീരീഡ്. ഇത് കൃപയുടെ സമയമാണ്. ഈ ഗ്രേസ് പീരീഡ് കഴിയാൻ പോവാ കേട്ടോ. അത് അവസാന മണിക്കൂറുകളല്ല, അവസാന ദിനങ്ങളിലല്ല. ഈ കൃപയുടെ വാതിലടയാൻ മിനിറ്റുകളാണ്. അധികം താമസം വിന അത് സംഭവിക്കുവാൻ പോവുകയാണ് ദൈവത്തിന്റെ ജനമേ. എന്നാൽ സഭ, ജനം തിരിച്ചറിയുക, ഇന്ന് അവന്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. അതിനെ നമുക്ക് സ്വീകരിക്കുവാൻ, പ്രാപിക്കുവാൻ കഴിയണം. അടുത്ത ആഴ്ചയിൽ, നെക്സ്റ്റ് സൺഡേയിൽ ഞാൻ ഈ വിഷയം തൊടുവാൻ ആഗ്രഹിക്കുന്നു. How to receive the anointing of God. 3 പോയിന്റുകൾ ഞാൻ അതിന് പറയാൻ പോവുകയാണ്. കീസ് നോട്ട് ചെയ്യുക. അടുത്ത സൺഡേയിൽ, ഞായറാഴ്ച, നമ്മുടെ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ നമുക്കത് കേൾക്കാം. അതിനുള്ള അവസരം ദൈവം തരട്ടെ. നമ്പർ 1, ഫെയ്ത്ത്, വിശ്വാസം. നമ്പർ 2, ഹങ്കർ, ദാഹം അല്ലെങ്കിൽ കൊതി. നമ്പർ 3, റൈറ്റ് കണക്ഷൻ. പ്രൈസ് ഗോഡ്. 1, വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. രണ്ടാമതായി, that is very important thing. Number 1 is faith. Number 2, what is that? മഴ കാരണം കേൾക്കാൻ പറ്റുന്നില്ല. ഹങ്കർ, ദാഹം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദാഹിക്കുന്നവൻ അടുക്കലേക്ക് ഞാൻ നീരൊഴുക്കിനെ പകരും, വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കിനെ പകരും. ആ വരണ്ട അനുഭവത്തിൽ, ആ ദാഹത്തിന്റെ അനുഭവത്തിൽ, ഹങ്കർ, തേഴ്സ്റ്റ്, that is important. Number 3, right connection. ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന യഥാർത്ഥമായ ബന്ധങ്ങൾ, വിശ്വാസത്താൽ, ദാഹത്താൽ, ബന്ധത്താൽ. ഈ 3 വഴികളിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം നമ്മിൽ വെളിപ്പെടുന്നു. അത് അടുത്ത ആഴ്ചയിൽ കർത്താവ് അനുവദിച്ചാൽ നാം കേൾക്കാൻ പോകും. ഇന്ന് ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കാറ്റ് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ വീശണമേ. ഞങ്ങളുടെ നടുവിൽ അയച്ച എൽഷദായിലെ എല്ലാ കുടുംബങ്ങളും, എൽഷദായി മിനിസ്ട്രീസിലെ എല്ലാ വിശ്വാസികളും അറിയുക, നമ്മുടെ നടുവിൽ ദൈവം വലിയൊരു ഉണർവിനെ അയച്ചിട്ടുണ്ട്. ജിജിപ്പാസൂടെ പ്രാർത്ഥിച്ചിരുന്നു, ഉണർവിനെ അയക്കണം. അത് വാസ്തവത്തിൽ ദേശങ്ങളിൽ, ഇനിയും അനവധി രാജ്യങ്ങളിൽ ആ ഉണർവിനെ അയക്കണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ഓൾറെഡി വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് റിവൈവൽ. ഞങ്ങൾ ആ ഉണർവിലാണ്. ഈ സഭയുടെ ആരംഭം തന്നെ ദൈവം അയച്ച ഉണർവാണ്. ഒരു സഭയുണ്ടാക്കി ഒരു ഉണർവുണ്ടായതല്ല. ഈ പട്ടണത്തിൽ വെളിപ്പെട്ട വലിയൊരു ഉണർവിൽ നിന്ന് ദൈവം ഈ സഭയെ രൂപാന്തരപ്പെടുത്തിയതാണ്. ആ ഉണർവിന്റെ അഗ്നി ഇവിടെയുണ്ട്. ആ ഉണർവിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ ഉണർവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദേശത്തെ ദൈവം സ്പർശിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഈ സമയത്ത് ആരും അലക്ഷ്യരാകരുത്, ആരും അലക്ഷ്യരാകരുത്. ആ കൈകളെ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്
ശബ്ദമുയർത്തി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ പ്രാർത്ഥിച്ചേ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. നിങ്ങൾ കൊതിക്കുന്നുണ്ടോ ദൈവശക്തിക്കായി? നിങ്ങളുടെ അകത്ത് ആ ഒരു ആഗ്രഹവും വിശ്വാസവും ഉണ്ടോ? ദൈവം നിങ്ങളുടെ മേൽ അത് പകരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദാഹിക്കുക. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ കഴിവുകൾക്കും ബുദ്ധികൾക്കും പണത്തിനും ഈ ലോകത്തിൽ ഒന്നിനും നേടിത്തരുവാൻ കഴിയാത്ത ദൈവശക്തി അവിടുന്ന് സൗജന്യമായി ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. പല സന്ദർഭങ്ങളിലും ഈ ആലയത്തിൽ, ഞങ്ങളുടെ സഭകളിൽ, ആരാധനയുടെ നടുവിലെല്ലാം ആ അഭിഷേകത്തെ ശക്തമായിട്ട് അനുഭവിക്കുവാൻ, ദൈവകൃപയെ അനുഭവിക്കുവാൻ, സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തിട്ടുണ്ടല്ലോ. അത് അനുഭവിച്ച അനേക പ്രിയപ്പെട്ടവർ, അതിന്റെ സന്തോഷം അനുഭവിച്ച ഒത്തിരി പേർ എന്നെ കാണുന്നുണ്ട്. കർത്താവേ, വീണ്ടും പകരണമേ, വീണ്ടും അവിടുന്ന് നിറയ്ക്കണമേ, ആത്മശക്തിയാൽ നിറയ്ക്കണമേ. ആ ഉണർവിന്റെ കാറ്റ് ദേശത്തിലെല്ലാം വീശട്ടെ കർത്താവേ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. ആ ഉണർവിന്റെ അഗ്നി വിറമേൽ വീണിട്ടുണ്ടെങ്കിൽ, ആ അഭിഷേക വിറമേൽ ഉണ്ടെങ്കിൽ, ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ളവർ, ഇവരുടെ ചുറ്റുപാടുകളിലുള്ളവർ, ഇവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരിലും ആ ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവജനമേ, ഈ സമയത്തെ ഈ 2 മിനിറ്റിനെ നിങ്ങൾ നിസ്സാരമായി കാണാതെ അതരങ്ങൾ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ വരവ് വൈകുന്നു എങ്കിൽ, how to receive the anointing of God എന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കേട്ടത് പർപ്പസ്. The day of Pentecost is the day of purpose. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് ഒരു പദ്ധതിയുടെ ദിനമായിരുന്നു. ആ ദൈവ പദ്ധതിക്കായി വെളിപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ആ കൊടിയ കാറ്റ്, ആ ഇടിമുഴക്കം, ആ പിളർന്ന അഗ്നിനാവുകൾ ശിഷ്യന്മാരെ വ്യത്യസ്തരാക്കി. നിങ്ങളുടെ ശുശ്രൂഷ ഡിഫറന്റ് ആകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വ്യത്യസ്തമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ വ്യത്യസ്തമാകട്ടെ. ആ വിടുതലിന്റെ കാറ്റ്, ആ കരുതലിന്റെ കാറ്റ്, ആ പദ്ധതിയുടെ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ, ആ റെസ്റ്റോറേഷന്റെ, പുനഃസ്ഥാപനത്തിന്റെ കാറ്റ് വീശപ്പെടട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തിന്റെ ആത്മാവേ, ആരൊക്കെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നുവോ, ഈ നിമിഷങ്ങളിൽ ആരൊക്കെ അവിടുത്തെ ആത്മാവിനായി ദാഹിക്കുന്നുവോ, ഞാൻ ഒന്നുമായിട്ടില്ല കർത്താവേ, ഞാൻ ഏതുമായിട്ടില്ലെന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ മേൽ പകരണമേ കർത്താവേ, എന്നെ നിറയ്ക്കണമേ കർത്താവേ, എന്നെ നവീകരിക്കണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേലിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. തീത്തോസിന്റെ ലേഖനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ, മുൻപേ ഞങ്ങൾ ചതിയന്മാരായിരുന്നു, ദൂഷിതരായിരുന്നു, നിന്ദിക്കുന്നവരായിരുന്നു, പരിഹാസികളായിരുന്നു, പാപം ചെയ്യുന്നവരായിരുന്നു, ലോകപ്രകാരം ജീവിച്ചവരാണ്. എന്നാൽ ഞങ്ങളുടെ മേൽ പകർന്ന, ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നവീകരിച്ചു. പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട കർത്താവേ. പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്നതൊന്നും ഞങ്ങൾക്ക് കാണണ്ട കർത്താവേ. മനുഷ്യപുത്രന്റെ നേരെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവനോട് ഞാൻ ഒരു നാളും ക്ഷമിക്കുകയില്ലെന്നുള്ള അവിടുത്തെ തിരുവെഴുത്തിനെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. ഞങ്ങളെ ഉണർത്തണമേ, ആ ഉണർവിനെ അയക്കണമേ. അവിടുത്തെ വരവ് വൈകുന്നു എങ്കിൽ ഞങ്ങൾ അവസാന നിമിഷങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ, ഈ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ റിവൈവലിനെ അയക്കുന്നതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഭ വളരുകയാണ്. നിങ്ങൾക്കതറിയുമോ? അനേകർ ആത്മീകമായി വളരുകയാണ്. സഭ വളരുക എന്ന് പറയുന്നത് കെട്ടിടം വളരുന്നതല്ല, സ്ക്വയർ ഫീറ്റ് കൂടുന്നതല്ല. സഭ കർത്താവിന്റെ ശരീരമാണ്, അതിന്റെ തല ക്രിസ്തുവാണ്, അതിന്റെ അവയവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൂടുതൽ സമയം ദൈവവചനം വായിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പഴയതിനേക്കാൾ കുറച്ചും കൂടെ നന്നായി ദൈവത്തോട് അടുക്കാൻ പറ്റിയിട്ടുണ്ടോ? സഭ വളരുകയാണ്. ജനമാത്മീകമായി വളരുമ്പോൾ ചർച്ച് ഗ്രോ ചെയ്യുകയാണ്. ഉണർവ് പല മേഖലകളിലായി വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നടന്നുകൊണ്ടിരുന്ന ഒരു റിവൈവൽ ഇന്ന് പല സ്ഥലങ്ങളിലായി വ്യാപിച്ചിരിക്കുകയാണ്. ആ ഉണർവിന്റെ കാറ്റ് നിങ്ങളുടെ ദേശങ്ങളെല്ലാം അടിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് പ്രാർത്ഥിച്ചേ. നിമിഷം
നിങ്ങളുടെ ഭവനത്തെ, കുടുംബത്തിൽ ഹല്ലേലൂയ ദൈവ പദ്ധതിക്കായി വലിയൊരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വേർതിരിക്കട്ടെ. വലിയൊരു കൂട്ടത്തിന് സൗഖ്യമുണ്ടാകട്ടെ. The anointing shall break the yokes. പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം മുഖം തകരട്ടെ, മുഖം തകരട്ടെ. ഹല്ലേലൂയ. Thank you Holy Ghost. Thank you Holy Ghost. ദൈവത്തിന്റെ ആത്മാവിനെ സ്പർശിക്കുന്നതിനായി നന്ദി. രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒത്തിരി ടെസ്റ്റ് മണികൾ, സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ടുണ്ടാകട്ടെ. നിങ്ങൾ തന്നെ തിരിച്ചറിയട്ടെ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈ ഒന്ന് വെക്കുമോ? അതരം തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് പിടിച്ചു നിർത്തി അവരെ ഒന്ന് തൊട്ട് പറയുമോ, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ നിറയണം, എന്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവർ, നിങ്ങളുടെ കൂട്ടായ്മകളിലുള്ളവർ പരിശുദ്ധാത്മാവിൽ നിറയണം. സകലരും യേശുവിനെ അറിയണം, യേശുവിന്റെ വരവിനായി ഒരുങ്ങപ്പെടണം. അവരെ ഒന്ന് അരികിൽ പിടിച്ചു നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയല്ല, ഞങ്ങളുടെ ജഡമല്ല, ഞങ്ങളുടെ ഇഷ്ടമല്ല, ഇലക്ഷനും കമ്മിറ്റിയുമല്ല, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. Thank you Holy Spirit of God. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ അവർക്കുണ്ടാകട്ടെ. ആ ഫെലോഷിപ്പ് അവർക്കുണ്ടാകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ആ ദൈവ പദ്ധതി അവരുടെ മേൽ നിറവേറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫീലിംഗ് ദി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ധാരാളമായി ഇവിടെ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയും ദൈവിക അഭിഷേകവും നമുക്ക് എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയുമെന്ന് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അടുത്ത ആഴ്ചയിൽ ധ്യാനിക്കാം, ചിന്തിക്കാം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫെയ്ത്ത്, നമ്പർ 2 ഹങ്കർ, നമ്പർ 3 റൈറ്റ് കണക്ഷൻ ഓർ റൈറ്റ് യഥാർത്ഥമായ അസോസിയേഷൻ, ബന്ധത്തിലൂടെ. താങ്ക് യു ലോർഡ്. മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. പ്രാർത്ഥിക്കുക ദേശത്തിനായി, അടിയങ്ങൾക്കായി. God bless you. Have a blessed day.